ലോകത്തിന് ഭാവിയിൽ പുതിയ ഇന്ധനങ്ങൾ വേണം, ഗ്രീൻ ഫ്യൂവൽസ് തന്നെ ഒരു പക്ഷേ വേണം. അപ്പോൾ അത് ഹൈഡ്രജനോ അല്ലെ അമോണിയോ അല്ലെ മെത്തനോ ഒക്കെ ആയിട്ടല്ലാതെ വേറെ വഴികളൊന്നും കാണാനില്ല. ഒരു ഭാഗത്ത് ഗവൺമെൻറ്, ഒരു ഭാഗത്ത് ഗവേഷണ സ്ഥാപനങ്ങൾ, മറുവശത്ത് കമ്പനികൾ, ഇവരെല്ലാം വളരെ സീരിയസ് ആയിട്ടൊരു താല്പര്യം കാണിക്കുന്നുണ്ട്. നെതർലൻഡ്സിലെ ഹൈഡ്രജൻ ഡെലിഗേഷൻ്റെ ലീഡ് ഇവിടെ വെച്ച് ഇന്ത്യ ഒരു ടോപ്പ് 5 ഹൈഡ്രജൻ കൺട്രിയിൽ ഒന്നായിട്ട് കരുതുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. ഇപ്പോൾ ചൈന ഇത്ര നാൾ വികസിച്ചിട്ടുണ്ടെങ്കിൽ 2000-ന് ശേഷം കണ്ടമാനം അവിടെ റിസർച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ്. ഭാവിയിൽ ഒരു പക്ഷേ ഒരു 100-200 രൂപയ്ക്കൊക്കെ 1 കിലോ ഹൈഡ്രജൻ അവൈലബിൾ ആയേക്കും. അദാനി, റിലയൻസ് ഒക്കെ പോലുള്ള കമ്പനികൾ ഇപ്പം ചെറിയ ചെറിയ താല്പര്യം കാണിക്കുന്നു എന്നുള്ളതല്ലാണ്ട് കമ്മിറ്റ്മെൻറ്റ് വളരെ കുറവാണ് കമ്പയർഡ് വിത്ത് അതർ കൺട്രീസ്. അടുത്തൊരു 25-30 വർഷത്തിനകം കേരളത്തിൽ 60-70% പേരും സിറ്റികളിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേണ്ടി വരുന്ന ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം അങ്ങനെയായിരിക്കും. ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, അഫോർഡബിൾ ആയിട്ടുള്ള, ഒരു പക്ഷേ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്ത് ലോക്കലി യൂസ് ചെയ്യാവുന്ന ഒരു ഫ്യൂവൽ. വളരെ മാസീവായിട്ട് നോളജ് പ്ലാറ്റ്ഫോംസിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം അതിപ്പോഴും നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ഗവേഷകരില്ലാതെ യൂണിവേഴ്സിറ്റികൾക്കൊന്നും ഒരു കാര്യത്തിലും ഇടാൻ പറ്റില്ല. കാരണം അവരുടെ മാൻഡേറ്റ് എന്ന് പറയുന്നത് ഗവേഷകർ വഴി കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. എംടെക്കിന് പോകുന്നില്ല, ആ കൂട്ടത്തിൽ ഒരു എംടെക്കിനും പോകാത്തതുകൊണ്ട് എനർജി എംടെക്കിനും പോകുന്നില്ല. പക്ഷേ എനർജി എംടെക് ചെയ്യുന്ന മിക്കവാറും പേർക്ക് ജോലി കിട്ടുന്നുണ്ടായിരുന്നു എന്നാണ്. 5 കൊല്ലത്തിന് മുമ്പ് 10 കൊല്ലത്തിന് മുമ്പ് IT എന്ന് പറഞ്ഞതുപോലുള്ള ഒരു മേഖലയാണ് ഓപ്പൺ ചെയ്തു വരുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. പക്ഷേ എല്ലാ റിസ്ക്കും ഉണ്ട്. റിസ്ക് ഇല്ല എന്ന് കരുതി മുന്നോട്ട് പോരുന്നേ ഉള്ളൂ. പണ്ടുണ്ടായിരുന്ന ചാലഞ്ചസ് പലതും പെട്ടെന്ന് കുറെ കൂടി സ്പീഡിൽ സോൾവ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇപ്പം ലോകത്തിന്റെ പ്രതീക്ഷ. ഇത് സിസ്റ്റംസ് വർക്ക് ചെയ്യുമെങ്കിൽ ഒരു ഭാഗത്തു നിന്ന് എതിർപ്പ് വരേണ്ട കാര്യമില്ല. കാരണം എല്ലാ തരത്തിലും സ്വീകാര്യത വന്നേക്കാവുന്ന അപൂർവം ചില ടെക്നോളജികളിലൊന്നാണിത്. മലബാർ ജേണലിൻ്റെ ഡയസ്പോര ഡയലോഗ് എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമുക്ക് വളരെ വിശിഷ്ടനായ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ കൂടെയുള്ളത്. ഡോക്ടർ PB അരവിന്ദ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് പാസ്സായതിനു ശേഷം ജർമ്മനിയിലും നെതർലൻഡ്സിലുമായി PhD അടക്കമുള്ള ഉപരിപഠനത്തിന് ശേഷം അദ്ദേഹം ഇന്ന് നെതർലൻഡ്സിലെ ഗ്രോണിംഗ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. ഇന്ന് ലോകമാകെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ലോകം മുഴുവൻ വ്യാകുലപ്പെടുന്ന ഒരു വിഷയത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഗവേഷണവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും. ഫോസിൽ ഫ്യൂവൽ എനർജിയിൽ നിന്ന് സോളാർ മുതൽ ഹൈഡ്രജൻ എനർജി വരെയുള്ള ഒരു മേഖലയിലേക്കുള്ളൊരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഇന്ന് ലോകമാകെ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. കാരണം ഈ എനർജി ട്രാൻസിഷൻ എന്ന് പറയുന്നതാണ് ലോകത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള എല്ലാ സ്ഥിരതയ്ക്കും മാറ്റങ്ങൾക്കും എല്ലാമുള്ള അടിസ്ഥാന പ്രേരണയും അടിസ്ഥാന ഘടകവും. ഈ വിഷയത്തിൽ ആഗോളതലത്തിൽ തന്നെ പ്രശസ്തനായിട്ടുള്ള ഒരു അക്കാഡമിക് എന്ന് മാത്രമല്ല, അത് എങ്ങനെയാണ് പ്രാവർത്തികമായി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഗ്രാസ് റൂട്ട് ലെവലിലടക്കം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ അരവിന്ദ്. ഡോക്ടർ അരവിന്ദിന് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാനിത് തുടങ്ങുന്നത് ഡോക്ടർ അരവിന്ദ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള ഒരു യാത്രയിൽ നിന്ന് തുടങ്ങാം. എങ്ങനെയാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജർമ്മനിയിലെത്തുന്ന ഒരു സംഭവമുണ്ട്. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് RVG മേനോൻ സാറ് പ്രിൻസിപ്പളായിരുന്നു. ചന്ദ്രമോഹനൻ സാർ അതിൻ്റെ ഡയറക്ടറൊക്കെ ആയിരുന്നു. സാർ അവിടെ ഒരു പ്രൊഫസറായിരുന്നു. അപ്പോൾ അവിടെ ഒരു എനർജി ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കോളേജിലും കോളേജിന് പുറത്തും ഞങ്ങൾ ഊർജ്ജ സംരക്ഷണവും അല്ലെങ്കിൽ എനർജി ടെക്നോളജി ആയിട്ടുള്ള ബന്ധപ്പെട്ട ആക്ടിവിറ്റീസൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം RV സാറ് IRTCയുടെ ഇൻ്റഗ്രേറ്റഡ് റൂറൽ ടെക്നോളജി സെൻറ്റർ പാലക്കാട് അവിടെ ഡയറക്ടറായിട്ട് പോയ സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഇവിടെ കുറച്ച് നാളുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ കുറച്ച് നാളുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ജർമ്മനിയിൽ എനർജിയിൽ ഉപരിപഠനത്തിന് ഡാറ്റ് ഫെലോഷിപ്പ് കിട്ടുന്നത്. അപ്പോൾ ആ ഫെലോഷിപ്പോടുകൂടി ജർമ്മനിയിൽ മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് പോയി എനർജിയിൽ. അപ്പം അന്ന് തന്നെ ഗ്യാസിഫയർ ഫ്യൂവൽ സെൽ സിസ്റ്റംസ് എന്ന് പറയുന്ന ആ ടെക്നോളജിയിൽ വർക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. കാരണം അതിന് ഒരു അൾട്രാ ഹൈ എഫിഷ്യൻസി അച്ചീവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട്. അതായത് ഇന്നത്തെ നമ്മുടെ NTPCയുടെ പവർ പ്ലാന്റുകളൊക്കെ ഒരു 30% മേലെ ഒക്കെയാണ് എഫിഷ്യൻസി എങ്കിൽ സോളിഡ് ഫ്യൂവലിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ 70% അടുത്ത് എഫിഷ്യൻസി കിട്ടിയേക്കാവുന്ന ഒരു ടെക്നോളജി ആണ്. അന്ന് അത്രയും അറിയായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം നമുക്കറിയാവുന്നത് ഇത് ഒരു പക്ഷേ നെഗറ്റീവ് എമിഷൻ പവർ പ്ലാന്റ്സ്, അതായത് സാധാരണ ഈ പവർ പ്രൊഡക്ഷനോടൊപ്പം CO2 എമിഷൻ ഉണ്ടാകുമ്പോൾ ഫ്യൂവൽ സെല്ലും ഗ്യാസിഫയറും ഒക്കെ ചേർന്ന പവർ പ്ലാന്റുകൾ ഒരു പക്ഷേ CO2 സെക്വസ്ട്രേഷൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യാം. കാർബൺ സ്റ്റോർ ചെയ്യുന്നതിനോടൊപ്പം പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയേക്കാം.
അതേപോലെ ഫ്യൂവൽ സെൽ ബയോഡയറക്ഷണലാണ്, അതായത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ധാരാളം സോളാർ എനർജി, വിൻഡ് എനർജി ഒക്കെ ഉള്ള സമയത്ത് റിവേഴ്സ് മോഡിൽ വാട്ടർ സ്പ്ലിറ്റിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും, ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്ലാന്റുകൾ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഭാവിയിൽ സാധാരണ പവർ പ്ലാന്റ് ധാരാളം സൺലൈറ്റ് ഉള്ളപ്പോഴോ അല്ലെങ്കിൽ വിൻഡ് ടർബൈൻസ് നന്നായിട്ട് പ്രവർത്തിക്കുന്ന സമയത്തോ പവർ പ്ലാന്റുകൾ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. അപ്പം ഈ ക്യാപിറ്റൽ കോസ്റ്റ് കമ്പണൻറ്റ് ഓഫ് എനർജി പ്രൊഡ്യൂസ് വളരെ കൂടുതലാവും. പക്ഷേ ഇത്തരം പവർ പ്ലാന്റുകളാണെങ്കിൽ ഒന്നുകിൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ മോഡിൽ അല്ലെങ്കിൽ ഫ്യൂവൽ പ്രൊഡക്ഷൻ മോഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ പിന്നീട് മനസ്സിലായ കാര്യങ്ങളാണ്. അപ്പം ഈ ഒരു മേഖലയിലാണ് അന്നൊരു താല്പര്യം വന്നത്. അപ്പോൾ അതിൽ ഡെൽഫ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റർ തീസിസിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. മാസ്റ്റർ തീസിസ് കഴിഞ്ഞപ്പോൾ അവിടെ PhD ഓഫർ കിട്ടി. PhD കഴിയുന്ന സമയത്ത് അവിടെ എനിക്ക് ഫാക്കൽറ്റി റിസർച്ച്, സ്വന്തമായിട്ട് റിസർച്ച് ഗ്രൂപ്പ് തുടങ്ങി. പിന്നീട് ക്ലാസ് ഹൈഡ്രജൻ കോഴ്സ്, ഹൈഡ്രജൻ തെർമോഡൈനാമിക്സും ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സിസ്റ്റംസുമാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അതിനൊരു അവസരം കിട്ടി. അസിസ്റ്റന്റ് പ്രൊഫസറായി, അസോസിയേറ്റ് പ്രൊഫസറായി. പിന്നീടാണ് ഹൈഡ്രജനിൽ ഗ്രോണിങ്ങൻ എന്ന് പറയുന്ന നോർത്ത് നെതർലൻഡ്സിൽ, അതായത് യൂറോപ്പിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഗ്യാസ് ഫീൽഡാണ്. ശരി. അപ്പം അവിടെ നാച്ചുറൽ ഗ്യാസ് പ്രൊഡക്ഷൻ നിർത്തുകയാണ്. കാരണം ചെറിയ ഭൂചലനങ്ങളുണ്ടാവുന്നതോടെ, മൈനർ എർത്ത്. അപ്പം അതുകൊണ്ട് ലോക്കൽ പോപ്പുലേഷൻ എതിരെയാണ്. അപ്പോൾ യൂറോപ്പിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഗ്യാസ് ഫീൽഡിൽ നാച്ചുറൽ ഗ്യാസ് പ്രൊഡക്ഷൻ നിർത്തുകയാണ്. അപ്പോൾ അവിടെ 10,000-20,000 എനർജി പ്രൊഫഷണൽസ് ഉണ്ട്, എനർജി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ എനർജി എക്കണോമി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അപ്പോഴാണ് ഹൈഡ്രജനിലേക്ക് അവിടെ ഒരു താല്പര്യം വരുന്നത്. കാരണം നോർത്ത് സീ ഓഫ് ഷോർ വിൻഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവിടെ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻസ് റീപർപ്പസ് ചെയ്താൽ, ഹൈഡ്രജൻ പൈപ്പ് ലൈൻസ് ആയിട്ട് മാറ്റിയാൽ അവിടെ ധാരാളം സോൾട്ട് കാവേൺസ് ഉണ്ട്. അപ്പോൾ ഈ സോൾട്ട് കാവേൺസിൽ ഹൈഡ്രജൻ സ്റ്റോർ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യൂറോപ്പിൽ ഒരു ഹൈഡ്രജൻ ഹബ്ബായിട്ട്, ഹൈഡ്രജൻ കേന്ദ്രമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അത് വരികയാണെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജിക്കലി അത് യൂറോപ്പിന് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതേപോലെ തന്നെ ആ പ്രദേശത്തെ എനർജി എക്കണോമി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഏത് വർഷമായിരുന്നത്? ഹൈഡ്രജൻ വാലി ഒക്കെ ഒരു ഞാൻ 2019 ആ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറുന്നത്. 2022 ഗ്രോണിങ്ങൻ ഹൈഡ്രജൻ വാലിക്ക് യൂറോപ്പിലെ ഹൈഡ്രജൻ വാലി ഓഫ് ദ ഇയർ എന്നുള്ളൊരു ഇത് വരുന്നത്. അപ്പോൾ ഇപ്പോഴും ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഗ്രോണിങ്ങിൻ്റെ പ്രത്യേകത. പക്ഷേ ഗ്രോണിങ്ങിൽ ആദ്യത്തെ ഹൈഡ്രജൻ വാലി യൂറോപ്പിലെ, ഒരു പക്ഷേ ലോകത്തെ തന്നെ ആദ്യം ഹൈഡ്രജൻ വാലി അവിടെ വന്നു. ഇപ്പം ഔദ്യോഗികമായി തന്നെ 100ഓളം ഹൈഡ്രജൻ വാലികൾ ലോകത്ത് പലയിടത്തും ഉണ്ട്. ഒരു പക്ഷേ അതിലധികം ഉണ്ടാവും, വളരെയധികം ഉണ്ടാവും പ്ലാനിങ്ങിലൊക്കെ ഉള്ള കൂടെ നമ്മൾ കൂട്ടിയാൽ. ഇന്ത്യയിൽ മാത്രം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി 4 ഹൈഡ്രജൻ വാലികൾ ഒരു കോമ്പറ്റീഷൻ ബേസ് ചെയ്ത് സെലക്ട് ചെയ്തു. അപ്പോൾ അതിൽ ഒന്ന് കേരളമാണ്, പിന്നെയുള്ളത് രാജസ്ഥാനിലാണ്, പൂനെയിലുണ്ട്, ഒറീസയുണ്ട്. ഈ 4 അതിൽ ഏറ്റവും ആദ്യം വന്നത് കേരളമല്ലേ? പ്രധാനപ്പെട്ട വാലികളിൽ ഒന്ന് കേരളമാണ്. ഏറ്റവും ആദ്യം വന്നത് കേരളമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ എനിക്ക് കൃത്യമായിട്ടുള്ള നമ്പേഴ്സ് എനിക്ക് അറിയില്ല. പക്ഷേ ഈ തിരഞ്ഞെടുക്കപ്പെട്ട 4 ഒന്ന് കേരളമാണ്. ഒരു പ്രധാനപ്പെട്ട വാലി തന്നെയാണ് കേരളം. ഇപ്പോൾ ആ വാലിയുടെ, കേരള ഹൈഡ്രജൻ വാലിയുടെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി അനാട്ടാണ്. അപ്പോൾ അതിൻ്റെ അഡ്വൈസറായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. സാർ അതിൻ്റെ ഫോർമൽ അഡ്വൈസർ കൂടെ അല്ലേ? അതെ. അപ്പം ഇതാണ് എൻ്റെ ഒരു കരിയർ ട്രാക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഈ എനർജി ട്രാൻസിഷൻ എന്ന് പറയുന്ന ഈ വിഷയത്തിനകത്ത് വരുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനമാണ് ഹൈഡ്രജൻ എനർജി. പ്രത്യേകിച്ച് സോളാറുമായിട്ടും അല്ലെങ്കിൽ മറ്റ് പുനരുപയോഗ ഊർജ്ജ സോഴ്സുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഹൈഡ്രജൻ ആണ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു ചിന്ത വളരെ പ്രബലമാണ്. എങ്ങനെയാണ് സാർ ഇതിനെ കാണുന്നത്? ഹൈഡ്രജൻ വളരെയധികം സാധ്യതകളുള്ള ഒരു ഫ്യൂവലാണ്. ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ ഇത് വളരെ വിശദമായിട്ട് പഠിച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യാവൂ. ഹൈഡ്രജൻ്റെ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സോളാർ എനർജി ഇപ്പോൾ ഇന്ത്യയിൽ ഒരു 2 രൂപ ഒരു കിലോവാട്ട് ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റിക്ക് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒരു 50 യൂണിറ്റ് ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ ഏകദേശം 1 കിലോ ഹൈഡ്രജനിലേക്ക് പോകാൻ പറ്റും. ഭാവിയിൽ ഒരു പക്ഷേ ഇതിനേക്കാൾ കുറവ് മതിയായിരിക്കും. പക്ഷേ ഇപ്പോൾ ഏകദേശം 50 യൂണിറ്റോളം. അപ്പോൾ അതിനൊരു 100 രൂപ, പിന്നെ ഒരു 50 മുതൽ 100 രൂപ വരെ ബാക്കിയുള്ള എല്ലാ ചിലവുകളും, ഈ ഒരു പ്ലാന്റിൻ്റെ കോസ്റ്റ്, ബാക്കിയെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ഭാവിയിൽ ഒരു പക്ഷേ ഒരു 100-200 രൂപയ്ക്കൊക്കെ 1 കിലോ ഹൈഡ്രജൻ അവൈലബിൾ ആയേക്കാം. ഓക്കെ. അപ്പം ഹൈഡ്രജനിലുള്ള ഊർജം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ വാങ്ങുന്ന പെട്രോളൊക്കെ ഡീസലിനൊക്കെ അപേക്ഷിച്ച് ഏകദേശം 3 ഇരട്ടിയുള്ളതാണ്. അപ്പം ഇപ്പോൾ നമുക്ക് 1.5
100-120 രൂപ ഡീസലിന് കൊടുക്കാമെങ്കിൽ 360 രൂപ ഹൈഡ്രജൻ കൊടുത്താലും തെറ്റില്ല എന്നാണ്. തെറ്റില്ല, അതിൻ്റെ എഫിഷ്യൻസി അത്രയും കൂടുതൽ. ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിലൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു നമ്മുടെ കാർ എഞ്ചിൻ്റെ എഫിഷ്യൻസി 25% അല്ല ഇത്തിരി കൂടുതലൊക്കെ ആണെങ്കിൽ ഫ്യൂവൽ സെല്ലിൻ്റെ എഫിഷ്യൻസി 50-60%, ഈവൻ അതിൽ കുറച്ച് കൂടുതലൊക്കെ ചില രീതിയിൽ ഓപ്പറേറ്റ് ചെയ്താലൊക്കെ വരാം. അപ്പം അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഹൈഡ്രജന് കുറച്ചധികം വില, ഇപ്പം ഡീസലോ പെട്രോളോ പോലെ എൻ്റെ 3-4 ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300-400 രൂപയായി. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് ഒരു പക്ഷേ നമുക്ക് 200 രൂപയ്ക്ക് ഭാവിയിൽ മാസമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചീപ്പ് ഫ്യൂവൽ പ്രൊഡക്ഷൻ ഓപ്ഷനാണ്. പിന്നെ അത് കാർബൺ എമിറ്റ് ചെയ്യാത്ത ഒരു CO2 എമിഷൻസ് ആൾമോസ്റ്റ് ഇല്ലാതെ വളരെ കുറഞ്ഞ, ചില കേസുകളിൽ ഈവൻ നെഗറ്റീവ് എമിഷൻ ഹൈഡ്രജൻ ഉണ്ടാക്കാം ബയോമാസ് ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്തരം സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പം ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പക്ഷേ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്ത് ലോക്കലി യൂസ് ചെയ്യാവുന്ന ഒരു ഫ്യൂവൽ, അതോടൊപ്പം ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വേണം. പക്ഷേ ഈ ഇലക്ട്രോ കെമിക്കൽ ഡിവൈസുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളൊരു എഞ്ചിൻ, കാർ എഞ്ചിൻ്റെ എഫിഷ്യൻസിനേക്കാളും വളരെ കൂടുതലാണ് ഷിപ്പ് എഞ്ചിൻ്റെ എഫിഷ്യൻസി. അത് സൈസ് കൊണ്ട് തന്നെ. ഇലക്ട്രോ കെമിക്കൽ ഡിവൈസസ് ഇപ്പോൾ ഫ്യൂവൽ സെൽ, ഒരു ചെറിയ ഫ്യൂവൽ സെല്ലും വലിയ ഫ്യൂവൽ സെല്ലും ഏകദേശം ഒരു എഫിഷ്യൻസിയാണ്. അപ്പോൾ ഇലക്ട്രോലൈസറും അങ്ങനെ തന്നെയൊക്കെയാണ് വരേണ്ടത്. അപ്പോൾ ചെറിയ സിസ്റ്റംസും ഒരു പക്ഷേ വരാം. ഈ എക്കണോമി ഓഫ് സ്കെയിലും ഉണ്ട്, എക്കണോമി ഓഫ് നമ്പേഴ്സും ഉണ്ടെന്ന് പറയും. ഇതിൻ്റെ കാര്യത്തിൽ രണ്ടും പറ്റാം. അപ്പം അതുകൊണ്ട് ചെറിയ സിസ്റ്റംസും വരാം. അപ്പം പല രാജ്യങ്ങൾക്കും, പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യ പോലെയൊക്കെ രാജ്യത്തിന് എനർജി ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യത്തിന് ഒരു പക്ഷേ ഇവിടെ ആവശ്യത്തിനുള്ള ഇന്ധനം മുഴുവൻ ഒരു പക്ഷേ ഹൈഡ്രജനായിട്ട് വരാം. ഒരു പക്ഷേ ഈവൻ എക്സ്പോർട്ട് ചെയ്യാനും പറ്റിയേക്കാം. എക്സ്പോർട്ട് ചെയ്യാൻ ഒക്കെയുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ എക്കണോമിയെ തന്നെ ഒരു പക്ഷേ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു സാധ്യതയാണുള്ളത്. പക്ഷേ ഇതിന് റിസ്ക് ഉണ്ട്. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ടെക്നോളജിയാണ്, കോംപ്ലക്സ് ടെക്നോളജിയാണ്. അത് ശരിയായി മനസ്സിലാക്കിയിട്ടാണ് കൊണ്ടുവരേണ്ടത്. അതിന് വേണ്ട മാൻ പവർ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. 100 കണക്കിന് ഗവേഷകർ വേണം, 1000 കണക്കിന് പ്രൊഫഷണൽസ് വേണം. അപ്പോൾ ഇവരെയൊക്കെ പഠിപ്പിക്കാൻ പറ്റിയവരും വേണം. അപ്പം ഇതൊരു വലിയൊരു ഒരു ചേഞ്ചാണ്. അത് നന്നായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ സീരിയസ്നെസ് ഇന്ത്യയിൽ അതിന് എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാഷണൽ ഹൈഡ്രജൻ മിഷൻ ഉണ്ടല്ലോ, അത് ആയിട്ടും ഫോർമലി അല്ലെങ്കിലും സാറ് വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. എന്താണ് അതിൻ്റെ ഒരു ഇതുവരെയുള്ളൊരു സ്റ്റാറ്റസ്? സ്റ്റാറ്റസ് ഇപ്പം നമ്മളെ ഹൈഡ്രജൻ വാല്യൂകളുണ്ട്. നമ്മൾ 2030 ഏതാണ്ട് നമുക്കൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ടാർഗറ്റുകളെ പറ്റി പറയല്ല, ആ നമ്പേഴ്സിനേക്കാളൊക്കെ ഉപരി ഒരു വലിയ മൊമെൻറ്റം ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മളുടെ ഗവേഷണ സ്ഥാപനങ്ങൾ സീരിയസ് ആയിട്ട് താല്പര്യം കാണിക്കുന്നുണ്ട്. കമ്പനികൾ, അത് ഗവൺമെൻറ് എനർജി കമ്പനികളാവട്ടെ, BPCL പോലെ കൊച്ചിയിലൊക്കെ BPCL ആക്റ്റീവായി, അദാനി ഗ്രൂപ്പ് അല്ലെങ്കിൽ റിലയൻസ് ഗ്രൂപ്പ് ഒക്കെ ആവട്ടെ, ഇവരൊക്കെ സീരിയസ് ആയിട്ടുള്ള ഒരു താല്പര്യം കാണിക്കുന്നുണ്ട്. കാരണം ഈ ഒരു അവസരം ഇങ്ങനെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യമല്ല. അപ്പം ഒരു ഭാഗത്ത് ഗവൺമെൻറ്, ഒരു ഭാഗത്ത് ഗവേഷണ സ്ഥാപനങ്ങൾ, മറുവശത്ത് കമ്പനികൾ, ഇവരെല്ലാം വളരെ സീരിയസ് ആയിട്ടൊരു താല്പര്യം കാണിക്കുന്നുണ്ട്. അതിനനുസരിച്ച് പല കാര്യങ്ങളിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട്. ഇത് ലോകം ശ്രദ്ധിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ യൂറോപ്പിൻ്റെ ഹൈഡ്രജൻ പ്രവർത്തനങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരാൾ ഒരു ലേഖനം എഴുതിയിരുന്നു, ഇന്ത്യ എമോങ് ടോപ്പ് ഹൈഡ്രജൻ കൺട്രീസ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. ഒരു നെതർലൻഡ്സിൻ്റെ ഒരു ഡെലിഗേഷൻ സെപ്റ്റംബറിൽ ഇവിടെ വന്നിരുന്നു. ആ ഡെലിഗേഷൻ ലീഡർ ഒരു മീറ്റിംഗ് പറഞ്ഞത് ഇന്ത്യ ഒരു പക്ഷേ ലോകത്തിലെ 5 ഹൈഡ്രജൻ രാജ്യങ്ങളിലൊന്നാണ്. ഇത്ര ഒന്നുമല്ലാതെ 5 വർഷം മുമ്പ് ഒന്നുമല്ലാതിരുന്ന സ്ഥാനത്ത് നിന്നും ഈ ഒരു ചെറിയ കാലയളവിൽ നമ്മൾ മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. അപ്പം ആ ഒരു സാധ്യതയും അത് മുന്നിൽ കണ്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ നോളജ് പ്ലാറ്റ്ഫോം ഡെവലപ്മെൻറ്റും ടെക്നോളജി ഡെവലപ്മെൻറ്റും അല്ലാത്ത സമയത്ത് പാർട്ണർഷിപ്പുകളും, എല്ലാ ടെക്നോളജി ഇവിടെ തന്നെ ഉണ്ടായിക്കൊള്ളുന്ന നിർബന്ധമൊന്നുമില്ല. അതായത് പെട്രോളിയം ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഫ്യൂവൽ സെൽസോ ഇമ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലും ഇവിടെ ചുരുങ്ങിയ ചിലവിൽ ഹൈഡ്രജൻ ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. ആ രീതിയിൽ തന്നെ ആലോചിക്കാവുന്നതുമാണ്. ഇവിടെ ഉണ്ടാക്കാവുന്ന ഇമ്പോർട്ട് ചെയ്യാം. അത്തരം ഒരു എക്കണോമിക്കും അതുകൊണ്ട് തന്നെ ഗ്ലോബൽ പാർട്ണർഷിപ്പുകൾക്കും ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പം ആ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് സ്പീഡിൽ പോകും എന്നൊന്നും ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതൊരു വളരെ പുതിയ ടെക്നോളജിയാണ്. ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഈ ടെക്നോളജി മുന്നോട്ട് നീങ്ങുന്നത് അല്പം പതുക്കെ തന്നെയാണ്. കാരണം ഇതൊരു കോംപ്ലക്സ് ടെക്നോളജി ആണെന്നുള്ളതുകൊണ്ട് തന്നെ.
അപ്പം അത് ആ ബോധത്തോടു കൂടി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇന്ത്യയിൽ സാധ്യത ഉണ്ടെന്ന് തന്നെ ഞാൻ പറയാം. നമ്മുടെ കേരളത്തിൻ്റെ ഹൈഡ്രജൻ വാലിയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എങ്ങനെയാണ്? കേരളത്തിൻ്റെ ഹൈഡ്രജൻ വാലിയിൽ ഇപ്പം ഹൈഡ്രജൻ ബസ്സുകൾ വരും. പിന്നെ ഈ നമ്മൾ ഈ വാലിയുമായിട്ട് ബന്ധപ്പെട്ട ഹൈഡ്രജനുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ആക്ടിവിറ്റീസും അതൊക്കെ ഒരുമിച്ചാണല്ലോ നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഹൈഡ്രജൻ കൊച്ചിൻ മെട്രോയുടെ ഹൈഡ്രജൻ ബോട്ട് ഓൾറെഡി വാട്ടർ മെട്രോയുടെ അത് ഇവിടെയല്ല വാരണാസിയിലാണ് കമ്മീഷൻ ചെയ്തതേ ഉള്ളൂ. അതേപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഒരു യൂറോപ്യൻ സാംസ്കിപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു സ്കാൻഡിനേവിയൻ ഡച്ച് കമ്പനി അതിൻ്റെ ഓർഡറിൽ ഒരു ഫസ്റ്റ് ഇൻ ദ വേൾഡ് ഷോർട്ട് സീ ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റൽ ഷിപ്പിങ്ങിനും ഇൻലൻഡ് ഷിപ്പിങ്ങിനും ഒക്കെ ഒരു ഉപയോഗിക്കാവുന്ന ഞാൻ മനസ്സിലാക്കിയെടുത്തോളം യൂറോപ്പിലൊരു 30-40% ഏകദേശം അതിനടുത്ത് ടോട്ടൽ ഷിപ്സ് എടുത്ത് നോക്കിയാൽ ഇത്രയും ഷിപ്പുകൾ. അപ്പോൾ ആദ്യത്തേത് ഇവിടെ ഉണ്ടാക്കുന്നു. അപ്പം പല രീതിയിലും ഹൈഡ്രജൻ ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട്. സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപക്ഷെ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിച്ച് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ധാരാളം വെള്ളമുണ്ട് ഇവിടെ. പിന്നെ ഫ്ലോട്ടിംഗ് സോളാറൊക്കെ പോലെയുള്ള സാധ്യതകളുണ്ട്. പിന്നെ ചില വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ധാരാളം ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്നുള്ളൊരു സാധ്യതയും കൂടിയുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോലൈസേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് അവേഴ്സ് ഓഫ് ഓപ്പറേഷൻ പെർ ഇയർ കൂടുതലാണെങ്കിൽ ക്യാപിറ്റൽ കോസ്റ്റ് കമ്പണന്റ് ഓഫ് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ കുറഞ്ഞിരിക്കും. അത്തരം സാധ്യതകളൊക്കെ ബ്രസീലിലുണ്ട്. ഇവിടെയും അതില്ലെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ സാധ്യതകൾ കേരളത്തിലുണ്ട്. എനിക്ക് തന്നെ നേരിട്ട് അറിയാവുന്നതാണ്. കേരളത്തിൽ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് പറ്റുമോ എന്ന് വളരെ ആക്റ്റീവായിട്ട് ചിന്തിക്കുന്ന കമ്പനികൾ ഇന്ത്യക്ക് പുറത്തുമുണ്ട്. പലരുമായിട്ട് നേരിട്ട് എനിക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ അത്തരം സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് വളരെ കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു മേഖലയാണ്. കാരണം ധാരാളം പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു സിസ്റ്റം, ഒരു ഇലക്ട്രോലൈസറോ അല്ലെങ്കിൽ ഒരു ഫ്യൂവൽ സെല്ലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് 10,000 മണിക്കൂറുകളാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അത് ഇതേ എഫിഷ്യൻസിയോടുകൂടി. അപ്പോൾ ഇതിലേതാണ് ഏറ്റവും മികച്ചതെന്നൊക്കെ അറിയാനൊന്നും അത്ര എളുപ്പമല്ല. കാരണം എല്ലാം പുതിയ സിസ്റ്റംസ് ആണ്. അപ്പം വളരെ കരുതലോടുകൂടി ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യം കൊടുത്ത്, മാൻ പവർ ഡെവലപ്മെൻറ്റ് അതിൻ്റെതായ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതൊരു വലിയ അവസരമാണ്. ഇപ്പം നമുക്ക് ഉള്ള ഒരു അഡ്വാൻറ്റേജ്, ഇപ്പം സാറ് സൂചിപ്പിച്ച് വരുമ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഈ പ്രവർത്തനങ്ങൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു റൂഡിമെൻ്ററി ടെക്നോളജിക്കൽ പൂള് നമുക്ക് ഇതും കേരളത്തിൽ ഉണ്ടായി വരുന്നുണ്ട്. ഈ ടെക്നോളജി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് കൂടുതൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു പ്രോഗ്രസ് ഉണ്ടാക്കി എടുക്കലാണ് നമ്മുടെ ഒരു. അതെ. അപ്പം അതിലിപ്പം ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പം കഴിഞ്ഞ ജൂൺ 5 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനൗൺസ് ചെയ്ത ഗ്രോണിംഗൻ യൂണിവേഴ്സിറ്റിയിലേക്ക്, ഇപ്പം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഒരു വർഷം ഏകദേശം 30ഓളം ഫെലോഷിപ്പുകൾ, 15 PhD ഫെലോഷിപ്പ്, 10 പോസ്റ്റ് ഡോക് ഫെലോഷിപ്പ്, 5 ഫാക്കൽറ്റി എക്സ്ചേഞ്ച് ഫെലോഷിപ്പ്. അപ്പം ഇതിൽ കേരളത്തിൽ നിന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻവോൾവ് ആണ്. അതിനൊക്കെ നമ്മൾ പറ്റുന്നിടത്തോളം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫെസിലിറ്റീസ് ഒക്കെ കൊണ്ടുവരാനുള്ള ഡിസ്കഷനിൽ നമ്മളൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പം കേരളത്തിലും ഇപ്പം ISR പോലെയുള്ള സ്ഥാപനം കേരളത്തിലുണ്ടല്ലോ. അവരും ഈ ഹൈഡ്രജൻ ടെക്നോളജിയുടെ കാര്യത്തിൽ അവർക്കും പതിറ്റാണ്ടുകളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ അതോടൊപ്പം ഈ മൊബിലിറ്റിയിൽ കേരളത്തിൽ വരുന്നു എന്ന് പറയുന്ന അതിലേക്ക് നമുക്ക് വരാം. മൊബിലിറ്റിയിലും ഹൈഡ്രജൻ പ്രാധാന്യം കൂടി വരികയാണ്. അത് എത്രത്തോളമാണെന്നുള്ള കാര്യത്തിൽ പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ട്രക്കുകൾക്ക് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ബോട്ടുകൾക്ക് ഇത് വളരെ പ്രയോജനപ്പെടും എന്ന് പറയുന്നുണ്ട്. കാറുകളിലൊക്കെ ബാറ്ററി മതി എന്ന് പറയുന്നവരും ഉണ്ട്. പക്ഷേ ലോങ് ടൈം സ്റ്റോറേജ് ഭാവിയിൽ റിന്യൂവബിൾ എനർജിയുടെ വേണ്ടി വരുമ്പോൾ അതും ബാറ്ററി മാത്രമായിരിക്കും സൊല്യൂഷൻ ഉള്ള കാര്യത്തിൽ വലിയ ഉറപ്പൊന്നും ഇപ്പോഴും ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെയുള്ള എനിക്ക് 4-5 ദിവസം മുമ്പുള്ള ഹിന്ദുവിലുള്ള ഒരു ആർട്ടിക്കിളിൽ ഒരു പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് സ്റ്റോറേജും, 2 ഹൈഡ്രജനും. ഇത് രണ്ടുമാണ് റിന്യൂവബിൾ എനർജിയുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ആൾമോസ്റ്റ് ക്ലോസ്ലി കണക്റ്റഡുമാണ്, ഈ സ്റ്റോറേജിൻ്റെയും ഈ ഹൈഡ്രജൻ്റെയും. ഇത് എങ്ങനെയാണ് സാർ അതിനെക്കുറിച്ച് കാണുന്നത്? ഷോർട്ട് ടൈം സ്റ്റോറേജ് ബാറ്ററികളാണ്. നമുക്ക് രാവിലെ ബാറ്ററി ചാർജ് ചെയ്ത് വൈകിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ
ബാറ്ററി വളരെ അഫോർഡബിൾ ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ടെക്നോളജിയാണ്. അത് പറ്റുന്നിടത്തൊക്കെ ഉപയോഗിക്കുക തന്നെ വേണം. പക്ഷേ ജനുവരിയിൽ ധാരാളം സൺഷൈനുള്ള സമയത്ത് നമ്മൾ സോളാർ പവർ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്കത് മൺസൂൺ സമയത്ത് ഉപയോഗിക്കണമെങ്കിൽ, ഇപ്പം ജനുവരിയിൽ ഓരോ ദിവസം ഓരോ ബാറ്ററി ചാർജ് ചെയ്ത് വെച്ച് മൺസൂണിൽ ഓരോ ദിവസം ഓരോ ബാറ്ററി ഉപയോഗിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ചിലവ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് നമ്മളിപ്പം ജനുവരിയിൽ എല്ലാ ദിവസവും നമ്മൾ ഒരു ഇലക്ട്രോലൈസറാണ് ഉപയോഗിക്കുന്നത്, ആ ഇലക്ട്രോലൈസർ തന്നെ ആയിരിക്കും എല്ലാ ദിവസവും ഉപയോഗിക്കുക. അപ്പം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് ഒരു പക്ഷേ കുറഞ്ഞു വരും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പ്രൊഡ്യൂസ് കഴിഞ്ഞാൽ പിന്നെ ആ ഊർജ്ജമാണ് നമ്മൾ ജൂണിൽ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അപ്പോൾ ബാറ്ററി ആണോ വേറൊരു സിസ്റ്റം ആണോ വേണ്ടി വരിക എന്നുള്ള അതൊക്കെ നമ്മൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. ലോകത്ത് എവിടെയും ഇതിനെക്കുറിച്ച് ഒരു വളരെ വ്യക്തമായ ധാരണ ഉരുത്തിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് ആ ഒരു കാഴ്ചപ്പാട് നോക്കിക്കൊണ്ട് കാര്യങ്ങളെ വിശദമായി മനസ്സിലാക്കി എങ്ങനെയൊക്കെയാണോ ഈ നാട് വികസിക്കുന്നത്. ഈ പറഞ്ഞ മാതിരി ലോകത്തിൽ അർബനൈസേഷൻ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു 25-30 വർഷത്തിനകം കേരളത്തിൽ 60-70% പേരും സിറ്റികളിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേണ്ടി വരുന്ന ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം അങ്ങനെയായിരിക്കും. കേരളം ഒരു സിംഗിൾ സിറ്റിയായി മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയാണ്. അപ്പോൾ അതിലാണ് ഞാൻ പറയുന്ന ഒരു മൊബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കേരളത്തിൻ്റെ കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ വന്നിട്ടുള്ളൊരു ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒന്ന് നമ്മുടെ നാഷണൽ ഹൈവേ അടുത്ത വർഷം അവസാനത്തോടുകൂടി ഒരു ഫുൾ 6 ലൈൻ ഹൈവേ വരുന്നു. 2 നമ്മുടെ 2 ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽസ് വിഴിഞ്ഞം വല്ലാർപാടം. 3 നമ്മുടെ റെയിൽ കണക്ടിവിറ്റി, ഓൾദോ അതിൻ്റെ സ്പീഡ് വളരെ കുറവാണെന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് എ വെരി റോബസ്റ്റ് സിസ്റ്റം. പിന്നെ നമ്മുടെ ഈ വാട്ടർ വേയ്സ് വരുന്നുണ്ട്. ആൾമോസ്റ്റ് ട്രിവാൻഡ്രം മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള വാട്ടർ വേയ്സ് ഓൾമോസ്റ്റ് ഇതായിട്ട് വരുന്നുണ്ട്. സോ ഇതെല്ലാത്തിനെയും ചുറ്റിപ്പറ്റിയാണ് ഒരു മൊബിലിറ്റി ഹബ്ബായി മാറുകയാണ് കേരളം ഓൾ ഓവർ. ഇതിൻ്റെ ഇടയിൽ 2-3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോഡ് കണക്ടിവിറ്റി വരുന്നു. ഫോർ ഇൻസ്റ്റൻസ് പാലക്കാട് കോഴിക്കോട് പുതിയ ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നു. ട്രിവാൻഡ്രത്തിന് അടുത്ത് ഒരു ഔട്ടർ റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് വിഴിഞ്ഞവുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. സോ ഓൾ ദീസ് തിങ്സ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫണ്ടമെൻ്റൽ അടിയിൽ ഈ എനർജിയാണ്. ഈ എനർജി ഇതൊന്നും തന്നെ പഴയ ഫോസിൽ ഫ്യൂവൽ എനർജി സിസ്റ്റത്തിന് ഡിപ്പെൻഡ് ചെയ്തും കൊണ്ട് ഈ ഒരു വലിയ മൊബിലിറ്റി ഹബിനെ നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് സാറിനെപ്പോലുള്ളവരുടെ റോളും ഹൈഡ്രജൻ അല്ലെങ്കിൽ ഇപ്പോൾ സോളർ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഫസ്റ്റായിട്ടാണെന്ന് തോന്നുന്നത് നമ്മുടെ നാഷണൽ ഹൈവേയിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രൊജക്റ്റ് അനുസരിച്ചിട്ട് നമ്മുടെ സോളാർ ചാർജിങ് ഒരു കോറിഡോറായിട്ട് അതിനെ മാറ്റാനായിട്ടുള്ളൊരു സാധനമുണ്ട്. സോ ഹൈഡ്രജൻ ഈസ് അനദർ പോസിബിലിറ്റി അല്ലേ? അതെ, ഹൈഡ്രജൻ അതേപോലെ ഹൈഡ്രജൻ കാരിയേഴ്സ്, ഇപ്പോൾ അമോണിയ അല്ലെങ്കിൽ മെഥനോൾ പോലെയുള്ള അത് ഹൈഡ്രജൻ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില വഴികളാണ്. അപ്പോൾ ഇത്തരം ഫ്യൂവലുകളുടെ പ്രാധാന്യം നമുക്ക് എഴുതള്ളൊന്നും പറ്റില്ല. അപ്പോൾ ഒരു മൊബിലിറ്റി ഹബ്ബായിട്ട് വരുമ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഇവിടെ ഇനിയിപ്പോൾ വരാൻ പോകുന്നതെന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് പഠിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നാഷണൽ വാട്ടർവേ ആണ് ഒരു വലിയ ചേഞ്ച് ഒരു പക്ഷേ വരുത്തിയേക്കാവുന്നത്. നമ്മുടെ കാർഗോ മൂവ്മെൻറ്റ് മുഴുവൻ അതിൽ വരാം. നാഷണൽ വാട്ടർവേ 1 ഗംഗ, പിന്നെ അതേപോലെ ബ്രഹ്മപുത്ര. മൂന്നാമത്തേത് കേരളത്തിലാണ്. അപ്പോൾ അതിൽ കേരളത്തിലെ മാത്രമാണ് എല്ലാം വിത്തിൻ ഒരു സ്റ്റേറ്റ്. ബാക്കി എല്ലാത്തിലും ഇൻഡർസ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിൻ്റെ കുറച്ച് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അല്ല, ഇൻഡർസ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നത്. പക്ഷെ ഇവിടെയാണെങ്കിൽ എല്ലാം ഒരു സ്റ്റേറ്റ് തന്നെ ആയതുകൊണ്ട് യൂറോപ്പില് ഇൻലാൻഡ് ഷിപ്പിംഗിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് നെതർലാൻഡ്സ്. കാരണം ഹിസ്റ്റോറിക്കലി ഒരു വാട്ടർ ബേസ്ഡ് കൺട്രിയാണല്ലോ. പിന്നെ റോട്ടർഡാം പോർട്ടും യൂറോപ്പിന്റെ ഒരു ഗേറ്റ് വേ കരുതാം. അപ്പം ഈ പറഞ്ഞ ഇൻലാൻഡ് ഷിപ്പിങ്ങിനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. അതേപോലെ ഈ വിഴിഞ്ഞം പോർട്ട്, അവിടേക്കുള്ള പുതിയ ഫ്യൂവൽ ആണ് ബങ്കറിങ് എന്നുള്ള സാധ്യതകൾ ഒക്കെ എമേർജ് ചെയ്ത് വരുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ കേരളം ഒരു പൊസിഷനിങ് ചെയ്യണം. ഇതിനുള്ള താല്പര്യവും എല്ലാ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അത് ഗവൺമെൻറ് ആകട്ടെ അല്ലെങ്കിൽ മറ്റ് ഏജൻസികളിലൊക്കെ ആവട്ടെ. പക്ഷെ അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടതൊന്നും അത്ര എളുപ്പം മാത്രമല്ല. കാരണം മാൻ പവർ ഡെവലപ്മെൻറ്റും വളരെ പ്രധാനമാണ്. അത് ഞാൻ വരാം. അതിൽ അടുത്ത ഇപ്പം നമ്മുടെ ശശി തരൂരിൻ്റെ ഹിന്ദുവിലെ ആർട്ടിക്കിളുണ്ട് ഇന്ത്യയുടെ R&D സ്പെൻഡിനെ കുറിച്ചിട്ട്. നമുക്ക് 0.6% ആണ് നമ്മുടെ GDPയുടെ 0.6 to 0.7% ആണ് നമ്മുടെ R&D സ്പെൻഡ്. ചൈന 2.5, US 3.5, ഇസ്രായേൽ 5.5.
അപ്പോൾ ഈ നിലയിലുള്ള ഒരു R&D സ്പെൻഡ്, അപ്പം അദ്ദേഹം വളരെ വ്യക്തമായിട്ടത് ഇത് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു എന്താണ് വികസിത ഇന്ത്യ ആവണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഇംപ്രൂവ് അവർ R&D സ്പെൻഡിനെ മച്ച് ഹയർ ലെവൽ. അപ്പോൾ അത് പ്രത്യേകിച്ച് ഒരു പേഴ്സൺ ലൈക്ക് യു വിത്ത് ഓൾമോസ്റ്റ് നിയർലി 3 decades ഓഫ് ഗ്ലോബൽ എക്സ്പീരിയൻസ് ഇൻ R&D സെക്ടർ, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അത് കൊണ്ടുവരേണ്ട ഒരു ചേഞ്ചാണ്, മാറ്റമാണ്. ഞാൻ തന്നെ ഇതിനെപ്പറ്റി വെറുതെ ഒരു ലേഖനം എഴുതി കൈവച്ചിരുന്നു. അപ്പം എൻ്റെ ഒരു പ്രൊഫസർ എടുത്ത് കേരളത്തിലൊരു പത്രത്തിന് അയച്ചു കൊടുത്തു. അവർ സാറിന് തിരിച്ചയച്ചു കൊടുത്തൊന്നും ഇവിടെ ആരും വായിക്കില്ല. ഏത് പത്രം ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ചൈന ഇത്ര നാൾ വികസിച്ചിട്ടുണ്ടെങ്കിൽ 2000-ന് ശേഷം കണ്ടമാനം അവിടെ റിസർച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി. അത് മാത്രമല്ല മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക്, മറ്റ് പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് PhD സ്റ്റുഡൻസിനെ അയച്ച് ഫുൾ ഫെലോഷിപ്പോടുകൂടി അയച്ച് അവർ ട്രെയിനിങ്ങിന് ശേഷം അവർ തിരിച്ച് ചൈനയിൽ വന്ന് ജോയിൻ ചെയ്യണം, വർക്ക് ചെയ്യണം. അപ്പോൾ അതിനുള്ളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റെയൊക്കെ കൂടെ ഒരു ഫലമാണ് ഇപ്പോൾ കാണുന്ന ചേഞ്ച്. അതെ, അതിൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഡോക്ടർ തരൂരിൻ്റെ ആർട്ടിക്കിളിൽ തന്നെ കോട്ട് ചെയ്തിരുന്നു. ഹുവാവേ എന്ന് പറയുന്ന ചൈനീസ് കമ്പനി മാത്രം R&D സ്പെൻഡ് $23.5 ബില്യൺ. അത് ഇന്ത്യയിലെ പ്രൈവറ്റും പബ്ലിക് സെക്ടറും കൂടെ സ്പെൻഡ് ചെയ്തതിനേക്കാൾ കൂടുതലാണ് ആ തുക, ഒറ്റ കമ്പനി. ഇതിൻ്റെ പ്രാധാന്യം ഇവിടെ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നാഷണൽ ലെവലിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ കൂടിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എത്രയോ മടങ്ങ് ഇനിയും കൂടേണ്ടിയിരിക്കുന്നു. അതായത് ഒരു നോളജ് പ്ലാറ്റ്ഫോം ഇല്ലാതെ ഒരു വികസിത രാജ്യത്തിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കും എനിക്ക് തോന്നുന്നില്ല. ഒരു ചേഞ്ച് അത്ര എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അതിന് ഇവിടെ പ്രാധാന്യം അടുത്ത കാലത്തൊക്കെ കിട്ടുമെന്ന് കരുതുന്നു. പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പോളിസിയേക്കാൾ നല്ലത് നമ്മുടെ പഴയ ഒരു ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ഒരുപാട് ഹഡിൽസ് ഇപ്പോഴും ഈ ഇതിൽ, പ്രത്യേകിച്ച് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫണ്ടിങ്, ഇങ്ങനെയുള്ള നിരവധി ഇഷ്യൂസ്, പിന്നെ പ്രൈവറ്റ് സെക്ടറിൻ്റെ ഒരു വലിയ അഭാവം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും നമ്മുടെ R&D സ്പെൻഡിങ്ങിൻ്റെ നിയർലി 70% ബൈ ദ ഗവൺമെൻറ്. പ്രൈവറ്റ് സെക്ടർ അതിൽ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പം നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ അദാനി, റിലയൻസ് ഒക്കെ പോലുള്ള കമ്പനികൾ ഇപ്പം ചെറിയ താല്പര്യം കാണിക്കുന്നു എന്നുള്ളതല്ലാണ്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് വളരെ കുറവാണ് കമ്പയർഡ് വിത്ത് അതർ കൺട്രീസ്. അതെ, പിന്നെ ഒരു ചെറിയൊരു ചേഞ്ച് ഉള്ളത് സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ കുറച്ചുകൂടെ വരുന്നുണ്ട്. വളരെ ഹൈടെക് സ്റ്റാർട്ടപ്പുകൾ കൂടുതലുണ്ടെന്ന് പറയാൻ പറ്റില്ല. കുറച്ചുകൂടെയൊക്കെ ഒരു ലോ ടെക്സ് സ്റ്റാർട്ടപ്പുകളായിരിക്കാം. പക്ഷേ സ്റ്റാർട്ടപ്പുകളുടെ ഒരു പ്രവർത്തനം ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഇന്ത്യയിൽ പല ഭാഗത്തും കാണുന്നുണ്ട്. അതൊരു വെൽക്കം ചേഞ്ചാണ്. അപ്പോൾ അത് പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നത് നന്നായിരിക്കും. പിന്നെ പുതിയ പോളിസികളൊക്കെ വരുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. അതായത് കമ്പനികൾക്ക് ഗവേഷണത്തിനുള്ള ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നത്, ഒരു അല്ലെങ്കിൽ ടാക്സ് ഇൻസെൻറ്റീവ്സ് വരിക എന്നൊക്കെയുള്ള അത്തരം ചേഞ്ചസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു പരിധി വരെ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഗവൺമെൻറ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഗവൺമെൻറ്റിന് തുടക്കം ഇടാൻ പറ്റും. ഒരു പക്ഷേ ഇപ്പോൾ ഗവേഷണത്തിനുള്ള ഫെലോഷിപ്പുകൾ കൂട്ടാം. ഈ ഫെലോഷിപ്പുകളിൽ തന്നെ ചിലത് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഫെലോഷിപ്പുകൾക്ക് മാത്രമേ കൊടുക്കൂ എന്ന് പറയാം. അപ്പം അങ്ങനെയൊക്കെ സ്കീമുകൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗ്രോണിങ്ങിൽ ഇപ്പോൾ ഈ ഹൈഡ്രജൻ ചേഞ്ച്, നാച്ചുറൽ ഗ്യാസ് ടു ഹൈഡ്രജൻ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്നത് ന്യൂ എനർജി കോalition എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ കോൺട്രിബ്യൂഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ന്യൂ എനർജി കോalition ട്രിപ്പിൾ ഹെലിക്സ് ഓർഗനൈസേഷനാണ്. അതിൽ ഗവൺമെൻറ് ഉണ്ട്, അക്കാഡമി ഉണ്ട്, ഇൻഡസ്ട്രി ഉണ്ട്. അപ്പോൾ ഇവർ 3 പേരും ഒരുമിച്ചുള്ളൊരു ഓർഗനൈസേഷനാണ് ന്യൂ എനർജി കോalition. അപ്പോൾ അവർക്ക് എല്ലാ താല്പര്യങ്ങളെയും കണക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. അവരുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങിനകത്താണ് അവരുടെ ഓഫീസ്. അപ്പം അതേപോലെയുള്ള, അപ്പം ഇന്ത്യയിലത് വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ പൂനെ നോളജ് ക്ലസ്റ്റർ ഒരു ഉദാഹരണമാണ്. അപ്പോൾ അത്തരം നോളജ് ക്ലസ്റ്ററുകൾ പല ഭാഗത്തും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ശക്തിപ്പെടുത്തിയാൽ മാത്രമേ ഇത്തരം ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മൾ ഇതിൽ പറയുമ്പോഴത്തേക്ക് ഈ ഒരു സാധനം നമ്മൾ ചൈനയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അതേ വിഷയം തന്നെ പറയാം. കാരണം ചൈനയുടെ സ്കെയിലിംഗ് അപ്പ്, എസ്പെഷ്യലി ഇൻ ദ ലാസ്റ്റ് 25 years, ഇപ്പം ഉദാഹരണം എടുക്കുകയാണെങ്കിൽ സോളാർ ആൻഡ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൻ്റെ കാര്യത്തിൽ അവരെ നോബഡി ക്യാൻ ബീറ്റ് ദം എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് അവരെത്തിക്കഴിഞ്ഞു. ഈവൻ ഈ ഹൈഡ്രജൻ സെല്ലിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഹൈഡ്രജൻ എനർജിയുടെ കാര്യത്തിലും അവർ ഏതാണ്ട് സമാനമായ ഒരു സ്കെയിലിംഗ് അപ്പാണ് നടത്തുന്നതെന്ന് പറയുന്നത്. എന്താണ് സാറിൻ്റെ ഒരു? ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി മാത്രം കൃത്യം നമ്പർ ഞാൻ ശരിക്കാണ് ഓർമ്മയില്ല. പക്ഷേ ഒരു വർഷം 75ഓളം PhD സ്റ്റുഡൻസിനാണ് ചൈനീസ് ഗവൺമെൻറ് അയക്കുന്നത്. ഒരു വർഷം. അപ്പോൾ അവർ തിരിച്ച് ചൈനയിലേക്ക് പോകണം എന്നുള്ളതാണ്
ഞാൻ മനസ്സിലാക്കുന്ന ഒരു കണ്ടീഷൻ. ചൈന സോളാർ എനർജിയുടെ കാര്യത്തിൽ വളരെ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹൈഡ്രജൻ്റെ കാര്യത്തിലും അത് ഉണ്ടാക്കില്ല എന്നും പറയാൻ പറ്റില്ല. ചൈന ഹൈഡ്രജൻ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്, അത് വ്യക്തമായിട്ട് എനിക്കറിയാം. വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ കൂടി തന്നെ അറിയാം. ചൈന ഒരു പക്ഷേ ഇലക്ട്രോലൈസേഴ്സും ഫ്യൂവൽ സെൽസും ആയിരിക്കും ഉണ്ടാക്കുക. പക്ഷെ ഇന്ത്യക്ക് സൺഷൈൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പം ഇലക്ട്രോലൈസറും ഫ്യൂവൽ സെൽസും ഒക്കെ എവിടെ നിന്ന് വന്നു കഴിഞ്ഞാലും ഒരു പക്ഷേ ഇവിടെ താരതമ്യേന ചിലവ് കുറഞ്ഞ സോളാർ വൈദ്യുതി ഉപയോഗിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കാൻ പറ്റും, ഹൈഡ്രജൻ ഉപയോഗിക്കാൻ പറ്റിയേക്കാം. അല്ല, അതാണല്ലോ എല്ലാവരും പറയുന്നത്. പക്ഷെ അതിൻ്റെ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു പേസ് ഇപ്പോഴും അങ്ങോട്ട് ഗെയിൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. എന്നല്ല, ഇന്ത്യ ഇപ്പോൾ നെതർലൻഡ്സിൻ്റെ ഹൈഡ്രജൻ ഡെലിഗേഷൻ്റെ ലീഡ് ഇവിടെ വെച്ച് ഇന്ത്യ ഒരു ടോപ്പ് 5 ഹൈഡ്രജൻ കൺട്രിയിൽ ഒന്നായിട്ട് കരുതുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. ചില കാര്യങ്ങളിൽ ഇന്ത്യയിൽ ഹൈഡ്രജൻ എക്കണോമിക്കലി അഫോർഡബിൾ ആയിട്ട് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ചില കേസുകൾ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് ഇന്ത്യ മനസ്സിലാക്കി വരുന്നുണ്ട്. അത്തരം സാധ്യതകൾ കണ്ടെത്തിയിട്ടുണ്ട്. ചില ഹൈഡ്രജൻ വാലികളൊക്കെ അത് പ്രയോജനപ്പെടുത്താനും തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നില്ല, കാരണം അത് വ്യക്തമായിട്ട് പഠിച്ച് വ്യക്തമായിട്ട് എഴുതേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അത്തരം സാധ്യതകൾ ഇന്ത്യയുടെ ഹൈഡ്രജൻ പോളിസി പ്രാഗ്മാറ്റിക് ആയിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പം വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഓപ്പർച്യൂണിറ്റീസ് ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പം അതൊക്കെ എത്രമാത്രം പ്രാവർത്തികമാവും എന്ന് ഉള്ളതിനനുസരിച്ചിരിക്കും ഇനിയുള്ള കാലത്ത് ഈ സാങ്കേതിക വിദ്യയും അതിൻ്റെ ഉപയോഗമൊക്കെ ഇന്ത്യയിൽ മുന്നോട്ട് പോവുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. പക്ഷേ എല്ലാ റിസ്ക്കും ഉണ്ട്. റിസ്ക് ഇല്ല എന്ന് കരുതി മുന്നോട്ട് പോകരുതെന്നേ ഉള്ളൂ. അപ്പം ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ അത് വീണ്ടും ശക്തിപ്പെടുത്തി, അതിൻ്റെ നോളജ് സൈഡും ശക്തിപ്പെടുത്തി, ഇൻഡസ്ട്രി സപ്ലൈ ചെയിൻ എല്ലാം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ സാധ്യതകളുണ്ട്. ഇന്ത്യയിലും വളരെ സീരിയസ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പം യു ഹാവ് ആൾമോസ്റ്റ് 2.5 ദശാബ്ദകാലത്തെ എക്സ്പീരിയൻസ് ഈ ഫീൽഡിലുണ്ട്. ഈ ഒരു ടെക്നോളജിയുടെ ഒരു പേസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു 5 to 10 ഇയേഴ്സിൻ്റെ ഒരു സ്പാനാണോ സാറ് കാണുന്നത്? എങ്ങനെയാണ് അത് കാണുന്നത്? അത് എളുപ്പമല്ല പറയാം. എങ്കിലും ഈ പറഞ്ഞ മാതിരി 5 to 10 ഇയേഴ്സിൽ ഒക്കെയാണ് ഈ വ്യത്യാസം ഉണ്ടാവേണ്ടത്. അപ്പം ഇതിനകത്തൊരു ചിക്കൻ ആൻഡ് എഗ് പ്രോബ്ലം ഉണ്ട്. അതായത് ഒരു ഭാഗത്ത് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ ഇൻഡസ്ട്രി വരണം, മറുഭാഗത്ത് ഹൈഡ്രജൻ ഉപയോഗിക്കാനുള്ള ഇൻഡസ്ട്രി വരണം. ഇത് രണ്ടും കണക്റ്റഡ് ആയിരിക്കണം. കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സ്ഥലത്തേക്കുള്ള നിർബന്ധമൊന്നുമില്ല. ഒരു പക്ഷേ ഹൈഡ്രജൻ ആഫ്രിക്കയിൽ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് ചിലപ്പോൾ കാര്യങ്ങൾ നടന്നു എന്നൊക്കെ വരാം. പക്ഷെ കണക്റ്റഡ് ആയിരിക്കണം. അപ്പം ഇതിലെല്ലാ ഭാഗത്തും സാധ്യതകളും റിസ്കുകളും ആൾക്കാർ കാണുന്നുണ്ട്. ഇത് ഒരുമിച്ച് മനസ്സിലാക്കാനുള്ള പ്ലാറ്റ്ഫോംസ് വേണം. അങ്ങനെ ഉള്ള പ്ലാറ്റ്ഫോംസ് ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അതാണ് ഇന്ത്യയുടെ ഇപ്പോൾ ഉള്ള പ്രാധാന്യം. അപ്പോൾ അത്തരം ചില പ്ലാറ്റ്ഫോംസ് വന്നു കഴിഞ്ഞാൽ മതി. സക്സസ്ഫുൾ ആയിട്ട് ചില കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് അതിൻ്റെ ഒരു കാസ്കേഡിംഗ് ഇമ്പാക്റ്റ് ഉണ്ടാവും. അതെ, ഇൻവെസ്റ്റ്മെന്റ്സിനുള്ള ധൈര്യം കൂടും, കോൺഫിഡൻസ് കൂടും. ആ ഒരു സാധ്യതയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഞാനൊക്കെ ആസ് എ സയൻറ്റിസ്റ്റ് വാച്ചിങ് വെരി എൻതൂസിയാസ്റ്റിക്കലി വാട്ട്സ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ ഹൈഡ്രജൻ വേൾഡ്. സാധ്യതകളുണ്ട്. അത് ഇവിടുത്തെ സിസ്റ്റം അത് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. വർക്കിംഗ് ഓൺ ഡെവലപ്പിംഗ് ദോസ് ഓപ്പർച്യൂണിറ്റീസ്. ബാക്കി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. അപ്പോൾ ഇതിലൊരു ടെക്നോളജിക്കലി ഇപ്പോൾ എന്താണ് ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നു, പിന്നെ അല്ലാതെ അതിനെ അങ്ങനെയാണ് ഒരു വിശദീകരിക്കും? അല്ല, അത് ഹൈഡ്രജൻ ഇപ്പോഴും ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അത് മുഴുവൻ ഈ നാച്ചുറൽ ഗ്യാസ് റിഫോം ചെയ്ത് വരുന്ന അത് ഇപ്പോഴുള്ള അല്ലെങ്കിൽ പണ്ടത്തെ ഹൈഡ്രജൻ സാങ്കേതിക വിദ്യ അതല്ല ലോകം നോക്കുന്നത്. ലോകം ഉറ്റുനോക്കുന്നത് സോളാർ എനർജി അല്ലെങ്കിൽ വിൻഡ് എനർജി ഉപയോഗിച്ച് ഒരു പക്ഷേ ബയോമാസ് നിന്നും വരാം. പക്ഷേ സോളാറിൻ്റെ വിൻഡിൻ്റെ അത്ര ഒരു പ്രാധാന്യം ഇതുവരെ അതിന് കിട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ. ഒരു പക്ഷേ കിട്ടുമായിരിക്കും. അപ്പം റിന്യൂവബിൾ എനർജി സോഴ്സസ് നിന്ന് വരുന്ന ഹൈഡ്രജനാണ് ഭാവിയിൽ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ ഇപ്പോൾ 2 രൂപയ്ക്ക് ഒരു യൂണിറ്റ് സോളാർ ഇലക്ട്രിസിറ്റി കിട്ടുന്നു. 50 യൂണിറ്റ് ഉപയോഗിച്ച് 1 കിലോ ഹൈഡ്രജൻ ഉണ്ടാക്കുന്നു. അത് വലിയ അധികം ചിലവില്ല, കൂടുതൽ ചിലവില്ല, അത് ഉപയോഗിക്കാൻ പറ്റുന്നു. ഈ ഒരു അവസ്ഥയാണ് ആൾക്കാർ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നത്. അത് ഭാവി എന്ന് പറയുന്നത് ഗ്രീൻ ഹൈഡ്രജനാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇപ്പോൾ ഹൈഡ്രജൻ്റെ പല നിറങ്ങളും അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ
ഈ പറഞ്ഞ ഹൈഡ്രജൻ ഇപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന നാച്ചുറൽ ഗ്യാസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ എഫിഷ്യൻസി കൂട്ടാനൊക്കെയുള്ള വഴികളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം വഴികളൊക്കെ ഒന്നും ഉപയോഗിക്കുന്നതിലൊന്നും ഒരു തെറ്റും ഇല്ല, അതൊന്നും ഒഴിവാക്കേണ്ടതുമല്ല. കാരണം അതൊക്കെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണെന്നേ ഉള്ളൂ. അപ്പം ഇതെല്ലാം ഏത് രീതിയിലാണെങ്കിലും ഒരു ഹൈഡ്രജൻ ട്രാൻസിഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു ടെക്നോളജിയും ഒഴിവാക്കേണ്ടതില്ല എന്നാണ്. ഈ നമ്മളെല്ലാവരും നോക്കുന്ന ഇലക്ട്രോലൈസിസിൻ്റെ ഇത് ഉപയോഗിച്ചിട്ടുള്ള ഇതിലാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് ഈ പറയുന്നത് പോലെ വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് ഇപ്പോൾ സോളാർ ഫോട്ടോവോൾട്ടിക് ഇതിൻ്റെ കോസ്റ്റ് കുറഞ്ഞതുപോലെ ഇത് കുറയില്ല എന്ന് പറയാൻ പറ്റില്ല. കുറയാനുള്ള സാധ്യതകളെ പറ്റി പല ഗവൺമെന്റുകളും ബോധ്യമുണ്ട്. ബോധ്യമല്ല, ഒരു സാധ്യതയെ പറ്റി അത് വരണം. ചില കാര്യങ്ങൾ കണ്ടു തന്നെ അറിയണം, പക്ഷെ സാധ്യതയുണ്ട്. അപ്പം അത്തരം സാധ്യതകളെ പറ്റി പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത്തരം ട്രെൻഡുകളും കാണാനുണ്ട്. അപ്പം അതുകൊണ്ട് അത് വരുമെന്നാണ് പ്രതീക്ഷ. കാരണം ചില ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്ന് അവർ ഈ സാധ്യതകളെ കുറിച്ചിട്ട് അവരാണ് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മോർ ക്രെഡിബിൾ ഇൻ ദ സെൻസ് ദാറ്റ്, കാരണം അവരെ ഒരു ഹെഡ്ജ് ചെയ്യുന്നതാണല്ലോ അതിൽ. എന്ന് 100% പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതൊരു ചലഞ്ചിങ് ടെക്നോളജിയാണ്. അപ്പം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പൊസിഷനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു സംശയമില്ല. കാരണം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുമ്പോഴാണ് ലോകം കുറെ കൂടെ ശ്രദ്ധിക്കുക. അപ്പം പക്ഷേ എന്ന് പറഞ്ഞത് കൊണ്ട് ടെക്നോളജി മുഴുവൻ ഡെവലപ്പ് ചെയ്തോളണമെന്നില്ല. അപ്പൊ അതിനുള്ള ഇപ്പോൾ ഒരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പണ്ട് ലോകത്തെ പല രാജ്യങ്ങളുമായിട്ട് 200 ടെക്നോളജികൾ ഉണ്ടായിരുന്നു. അപ്പം മിക്കവാറും പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്നുള്ളൊരു അവസ്ഥയിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പം 1000-കണക്കിന് എഞ്ചിനീയേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യണം. അപ്പം പണ്ടുണ്ടായിരുന്ന ചാലഞ്ചസ് പലതും പെട്ടെന്ന് കുറെ കൂടി സ്പീഡിൽ സോൾവ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇപ്പം ലോകത്തിന്റെ പ്രതീക്ഷ. അതിനുള്ള സാധ്യതയുണ്ട്, പക്ഷെ അത് ഉണ്ടാവണം. പിന്നെ ഇതിലും ഈ AI പോലുള്ള ടൂളുകൾ വരുന്നത് ഈ ഒരു പ്രോസസ്സിനെ എല്ലാ പ്രോസസ്സിനെയും സ്പീഡപ്പ് ചെയ്യാം. പക്ഷെ വളരെ ജെന്യുവിൻ ആയിട്ടുള്ള റോഡ് ബ്ലോക്സ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു പോസിറ്റീവ് പാത്വേ ഉണ്ടെങ്കിൽ അതിന്റെ സ്പീഡ് വളരെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ റോഡ് ബ്ലോക്കിനെ ഒരു പക്ഷേ കൂടുതൽ അഡ്വാൻസ് ആയിട്ട് നമ്മളെ നോട്ടിഫൈ ചെയ്യാൻ സഹായിക്കാം പറ്റിയേക്കാം. അതെ. അപ്പം AI ഒക്കെ എല്ലാ ടെക്നോളജി ഡെവലപ്മെൻറ്റും അതിൻ്റെ സ്പീഡ് കൂട്ടുമെന്നുള്ളൊരു സംശയമൊന്നും വേണ്ട. അത് ഇതിനെ ഹെൽപ്പ് ചെയ്യും. അത് അല്ലെങ്കിൽ തന്നെ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പണ്ട് ഒരു കാറ് വന്ന് ഇപ്പോൾ ഒരു എഞ്ചിനീയർ ഗ്രാജുവേറ്റ് ചെയ്തപ്പോൾ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ 20 വർഷം കാർ മേക്കിങ്ങിലാണ്. കാർ മേക്കിങ്ങിൽ നിന്ന് പിന്നെ 5 വർഷം മാനേജറായി, പിന്നെ റിട്ടയർ ചെയ്തു, അങ്ങനെ പോകുന്നു. ആ ഭാഗത്ത് ഇപ്പോൾ ഒരു 5-10 വർഷം കൊണ്ട് പുതിയ ടെക്നോളജികൾ മാറി വരികയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഇപ്പം ഇന്ത്യയിലോ ചൈനയിലോ ഒക്കെയുള്ള ധാരാളം എഞ്ചിനീയേഴ്സ് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടിങ് കപ്പാസിറ്റി കൂടിയിട്ടുണ്ടാകും. അതുകൊണ്ടൊക്കെ ടെക്നോളജി ഡെവലപ്പ്. അപ്പോൾ അത് ഇപ്പോൾ എയുടെ വരവോടുകൂടി അത് ഇനിയും കൂടുകയാണ്. നമ്പർ ഓഫ് പീപ്പിൾ വർക്കിംഗ് ഇൻ സയൻസ് ആൾസോ ഒരു പക്ഷേ കൂടുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ ടെക്നോളജി ഡെവലപ്മെൻറ്റിൻ്റെ സ്പീഡ് കൂടാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പണ്ട് പറയുന്ന പോലെ 10 കൊല്ലം 20 കൊല്ലം 25 കൊല്ലം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇതൊരു ഇവോൾവിങ് സെനാരിയോ ആണ്. അത് കരുതലോടുകൂടി അതിനകത്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സാറ് നേരത്തെ സൂചിപ്പിച്ചു കേരളത്തിലായിരുന്ന ഹൈഡ്രജൻ വേണമെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാമെന്നുള്ളതിൻ്റെ അതിലും ഈ പറയുന്ന ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരളം എന്ന് പറയുന്ന ഒരു മൊബിലിറ്റി ഹബ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റീസ് വളരെ കൂടുതലല്ലേ. ഫോർ ഇൻസ്റ്റൻസ് നമുക്ക് ഷിപ്പിങ്ങും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധ്യതയുണ്ട്. അപ്പം ഒരു പക്ഷേ ഈവൻ തമിഴ്നാട്ടിലാണെങ്കിൽ പോലും ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പക്ഷേ അത് ഷിപ്പ് ചെയ്യപ്പെടുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കേരളത്തിൽ കൂടി ആവാം. അതിനൊക്കെയുള്ള സാധ്യതകളുണ്ട്, അതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ വളരെ വിശദമായ പഠനങ്ങൾ ആവശ്യമാണ്. അത്തരം പഠനങ്ങൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ഏറ്റെടുക്കുക എന്നുള്ളത്, പഠനങ്ങൾ നടത്താനുള്ള ഹ്യൂമൻ റിസോഴ്സസും വളരെ അത്യാവശ്യമാണ്. അതും അത്യാവശ്യമാണ്. അപ്പം അതാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സാറിനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഒരു മേജർ ചലഞ്ച് എന്ന് തോന്നുന്നു. അതൊരു വലിയ ചലഞ്ച് തന്നെയാണ്, ഒരു സംശയമില്ല. ഇപ്പം യൂറോപ്പിലൊക്കെ ഇപ്പോൾ ഹീറ്റ് പമ്പ്സ് പെട്ടെന്ന് വളരെ യൂസ്ഫുൾ ആണെന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ കമ്പനികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനൊരു റീസൺ എന്ന് പറയുന്നത് ആവശ്യത്തിന് ടെക്നോളജിസ്റ്റുകൾ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ട്രെയിൻഡ് ആൾക്കാരില്ലായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ അതേപോലെയുള്ള ഇഷ്യൂസൊക്കെ ആയിട്ട് ഇതിലും വരാം. പക്ഷേ ഒരുപക്ഷെ അത് ചിലപ്പോൾ ഇന്ത്യ പോലെ രാജ്യത്തിന് അതൊരു അവസരമാകും. കാരണം ലോകത്തിൽ തന്നെ ഇപ്പം യൂറോപ്പിൽ ഒരു ഹൈഡ്രജൻ ട്രാൻസിഷൻ നടക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് എഞ്ചിനീയേഴ്സിന് വേണ്ടി വരും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം പുതിയ ടീച്ചിങ് റിസർച്ച് പ്രോഗ്രാംസ്, ഞാൻ തന്നെ ഒരു യൂറോപ്യൻ പ്രോഗ്രാം ലീഡ് ചെയ്തിരുന്നു, നോഹൈ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പുതിയൊരു അപ്രോച്ച് ഉപയോഗിച്ച്, അതിപ്പോൾ പുതിയൊരു ടെക്നോളജി വരുന്നു. അപ്പോൾ അതിലിപ്പം നമ്മളിപ്പം ചില യൂണിവേഴ്സിറ്റികളിൽ
പഠിപ്പിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും. പക്ഷേ അതിന് താഴെയുള്ള ടെക്നീഷ്യൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോ ഇടയ്ക്കുള്ള വിദ്യാഭ്യാസത്തിനുള്ള ഈ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളൊരു ട്രാവലിംഗ് ലാബോറട്ടറി എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. അപ്പം ട്രാവലിംഗ് ലാബോറട്ടറി ആണെങ്കിലും ഓരോ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറച്ച് സമയത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉണ്ടാവുന്ന സമയത്ത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സീരിയസ് ഗെയിംസ്, അപ്പോൾ ഈ ഫെസിലിറ്റീസിനെ ബേസ് ചെയ്ത് സീരിയസ് ഗെയിംസ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ സ്റ്റുഡൻസ് ആദ്യം ഓൺലൈൻ കോഴ്സ്, പിന്നെ കുറച്ച് ട്യൂട്ടറിങ്, സീരിയസ് ഗെയിംസ് ചെയ്ത് അതിൽ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പ്രാക്ടിക്കൽ ഇത് ചെയ്യാം. അപ്പോൾ അതിലൊരു വർഷം നമ്മളൊരു 700ഓളം പേരെ പ്രാക്ടിക്കൽ സ്കിൽസിൽ യൂറോപ്പിലെ 7 രാജ്യങ്ങളിൽ പല ഭാഷകളായിട്ട് ട്രെയിൻ ചെയ്തു. അപ്പോൾ അതേപോലെ തന്നെ നോഹായ് അതിന് ശേഷം ടീച്ചർ എന്ന് പറഞ്ഞിട്ട് മാസ്റ്റർ പ്രോഗ്രാം ഫുള്ളായി ഡെവലപ്പ് ചെയ്യാനുണ്ട്. അതായത് ധാരാളം പ്രോഗ്രാമുകൾ യൂറോപ്പിലൊക്കെ ഇപ്പം നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസാക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് പ്രൊഫഷണൽസ് വേണം. അത് ഇന്ത്യയിലും വേണ്ടി വരും. അതല്ലെങ്കിൽ ഒരു 5 കൊല്ലത്തിന് മുമ്പോ 10 കൊല്ലത്തിന് മുമ്പോ IT എന്ന് പറഞ്ഞതുപോലുള്ള ഒരു മേഖലയാണ് ഓപ്പൺ ചെയ്ത് വരുന്നത്. അതെ, അതിനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ എപ്പോഴും അതിനുള്ള റിസ്കുകൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിൽ വെക്കണമെന്നേ ഉള്ളൂ. അപ്പം അത്തരം ഒരു സാധ്യതയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇപ്പം ഞാൻ അടുത്ത കാലത്ത് മനസ്സിലാക്കിയത് ഈ സാധാരണ ഇപ്പം ആരും എംടെക്കിനൊന്നും എവിടെയും പോകുന്നില്ല. പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ മുമ്പ് വരെ ഇപ്പോൾ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിലെ എനർജി എംടെക് കഴിയുന്ന സ്റ്റുഡൻസിനും പോലും മിക്കവാറും എല്ലാവർക്കും ജോലി കിട്ടിയിട്ടുണ്ട്. അതേമാതിരി ഞാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോ എനർജിയുടെ ഒരു റിസർച്ച് അഡ്വൈസറി കമ്മിറ്റിയുണ്ട്. അപ്പോൾ അവരും NIT പഞ്ചാബുമായിട്ട് ബന്ധപ്പെട്ട ഒരു എനർജി എംടെക് അതും ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ജോലി കിട്ടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം ഇതും അധികം പേരൊന്നും അറിയുന്ന പോലും ഇല്ല. എംടെക്കിന് പോകുന്നില്ല. ആ കൂട്ടത്തിൽ ഓരോ എംടെക്കിനും പോകാത്തതുകൊണ്ട് എനർജി എംടെക്കിനും പോകുന്നില്ല. പക്ഷേ എനർജി എംടെക് ചെയ്യുന്ന മിക്കവാറും പേർക്ക് ജോലി കിട്ടുന്നുണ്ടായിരുന്നു എന്നാണ് ഒരു വഴി നമ്മൾ അറിയുന്നത്. കൃത്യമായിട്ടുള്ള നമ്പേഴ്സും ഡാറ്റയൊന്നും ഇല്ല, പക്ഷേ കേട്ടറിവിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അത് ശരിയാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഇപ്പോൾ റൂഫ് ടോപ്പ് സോളാർ തന്നെ തിരുവനന്തപുരം കൊച്ചി എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് 10-200 മെഗാവാട്ടിന് മുകളിൽ പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ 1000 കോടിയുടെയൊക്കെ മുകളിലുള്ള ബിസിനസ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ എഞ്ചിനീയേഴ്സ് വേണം, ടെക്നീഷ്യൻസ് വേണം. അപ്പോൾ ഇവർക്കൊക്കെ ജോലി ഈ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എല്ലാത്തിനും ഇതിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഇതിന്റെ സ്റ്റോറേജ്, ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അതുമായിട്ടുള്ള അതും വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. അതെ, ഇതിനൊക്കെയുള്ള തൊഴിൽ സാധ്യതകളുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അതിൽ വേറൊരു വലിയ ഇതിൻ്റെ ഒരു ഫാക്ടർ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ. സാറിൻ്റെ ഒരു ഇതിൻ്റെ കണക്കൂട്ടലിൽ അല്ലെങ്കിൽ ഇതിൽ സിൻസ് യു ആർ ദെയർ ഇൻ ദിസ് സിസ്റ്റം ഫോർ മോർ ദാൻ 2 decades, എന്ത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും വേണ്ടി വരുന്നത്? ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെറുതല്ല, ഇറ്റ്സ് ഹ്യൂജ്. അതെ, ഇപ്പോൾ ഈ ഹൈഡ്രജൻ നോളജ് പ്രോഗ്രാം മാത്രം പൂനെ ഫ്രം മോഹൻ എന്ന് പറയുന്ന ഒരു ഡച്ച് നോളജ് പ്രോഗ്രാം ഉണ്ട്. അപ്പം അതിൽ ആ ഡച്ച് നോളജ് പ്രോഗ്രാമിൻ്റെ മൊത്തം ബജറ്റ് തന്നെ വരുന്നത് ഏകദേശം 1 ബില്യൺ യൂറോയ്ക്കും 2 ബില്യൺ യൂറോയ്ക്കും ഇടയ്ക്കാണ്. നോളജ് പ്രോഗ്രാം മാത്രം. അപ്പം 1 ബില്യൺ യൂറോ എന്ന് പറഞ്ഞാൽ 1000 മില്യൺ. 1 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കോടി രൂപ. അപ്പോൾ അതിൽ 1000 മില്യൺ എന്ന് പറയുമ്പോൾ 10,000 കോടി, 20,000 കോടി രൂപയാണ് റിസർച്ച് ടു ടെക്നോളജി ഡെവലപ്മെൻറ്റ്, ഡെമോൺസ്ട്രേഷൻ ടു ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് എല്ലാം കൂടിയുള്ള നോളജ് പ്രോഗ്രാമിന് വേണ്ടി മാത്രം വരുന്നത്. നെതർലൻഡ്സ് കേരളത്തിലെ ഏകദേശം പകുതിയേക്കാളും കുറച്ചുകൂടി കൂടുതലേ ഉള്ളൂ പോപ്പുലേഷൻ. അപ്പോൾ ഇന്ത്യ പോലെ രാജ്യത്ത് എത്രമാത്രം വേണ്ടി വന്നേക്കാം. അപ്പം ഇത് ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമല്ല. അതുകൊണ്ടാണ് ഇത് വളരെ കരുതലോട് കൂടിയ കാര്യങ്ങൾ ചെയ്യാവൂ എന്ന് പറയുന്നത്. കാരണം വലിയ രീതിയിൽ എടുത്തു ചാടുകയും അത് പ്രിപ്പറേഷനോടുകൂടി അല്ലാന്ന് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് റിസ്കുകളുണ്ട്. അപ്പം അത് മനസ്സിലാക്കി പോവാം. അപ്പം കാരണം നമ്മൾ ഒരു ബേസിക്കലി ഇതിൻ്റെ ഒരു സ്കെയില് അത് അല്ലെങ്കിൽ ഇപ്പം താങ്കളെപ്പോലുള്ള സയൻറ്റിസ്റ്റുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഇതനുസരിച്ചുള്ള സ്കെയിലിൽ ഇത് വളരെയാണെന്നുണ്ടെങ്കിൽ വി ആർ റീപ്ലേസിങ് ദ എൻ്റയർ ഫോസിൽ സെൽ എനർജി സിസ്റ്റം. ഇസ് ഇറ്റ്? അതിനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു വരും ദശകങ്ങളിൽ അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ വേറൊരു ഇഷ്യൂടെ എപ്പോഴും ഉണ്ടല്ലോ. ഇപ്പം ദർ ഈസ് സംതിങ് ലൈക്ക് ഇപ്പം ട്രംപിനെ പോലുള്ള ഒരാൾ വന്നിട്ട് അമേരിക്കയിൽ ഇത് മുഴുവനായിട്ട് കംപ്ലീറ്റ്ലി ഒരു പുഷ് ബാക്ക് അഗൻസ്റ്റ് ആൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ഇതിൽ വളരെ രസകരമായിട്ടുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഇപ്പോൾ എൻവയോൺമെൻ്റലി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാരണം കാർബൺ ഇല്ല. അതോടൊപ്പം തന്നെ ഈവൻ ബാക്കി എനർജി കമ്പനികൾക്കൊക്കെ തന്നെ അവർക്കും ഇതൊരു സാധ്യതയാണ്. കാരണം എല്ലാം ഭാവിയിൽ ഇലക്ട്രിസിറ്റി മാത്രമാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഫ്യൂവൽ കമ്പനികൾക്ക് ഭാവിയിൽ ഒരു ബിസിനസ് സാധ്യതയില്ല. ഇത് അത്തരം ഒരു സാധ്യതയും കൂടിയാണ്. അപ്പോൾ ഇത് സിസ്റ്റംസ് വർക്ക് ചെയ്യുമെങ്കിൽ ഒരു ഭാഗത്തു നിന്ന് എതിർപ്പ് വരേണ്ട കാര്യമില്ല. കാരണം
എല്ലാ തരത്തിലും സ്വീകാര്യത വന്നേക്കാവുന്ന അപൂർവം ചില ടെക്നോളജികളിലൊന്നാണിത്. അവർക്ക് എങ്ങനെയാണ് അതിന്റെ ഇത് വരുന്നത്? എല്ലാ എനർജി കമ്പനികളിലും ഇതിൽ സീരിയസ് ആയിട്ട് താല്പര്യം കാണിക്കുന്നുണ്ട്. ഓക്കെ, അല്ല അതെങ്ങനെയാണ് അത് അവരുടെ താല്പര്യം എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത്? അവരുടെ താല്പര്യം അവർക്ക് ഇപ്പൊ ഫോസിൽ ഫ്യൂവലിന് പകരം ഒരു ഇന്ധന വ്യാപാരത്തിനുള്ള ഒരു അവസരമാണല്ലോ. അത് നിലനിൽപ്പിനുള്ള ഒരു അവസരമാണ്. അപ്പം അത് തെറ്റൊന്നും പറയാനില്ല. കാരണം ആ ഒരു ട്രാൻസിഷൻ, അതായത് ഫോസിൽ ഫ്യൂവലിന് ഒരു സസ്റ്റൈനബിൾ ഫ്യൂവലിലേക്ക് മാറാനും കൂടിയുള്ള ഒരു അവസരമാണ്. അപ്പൊ ഈ ഷെല്ല് പോലുള്ള കമ്പനികൾ കുറെ ഇതിനകത്ത് ഇപ്പൊ 2 മെഗാവാട്ടിന്റെ ഒരു സോളിഡ് ഓക്സൈഡ് ഇലക്ട്രോലൈസർ സിസ്റ്റം ഇന്ത്യയിൽ ഇപ്പൊ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. പ്രൊഡ്യൂസിംഗ് ആര്? ഷെല്ലിന്റെ ബാംഗ്ലൂർ ക്യാമ്പസിലാണ്. അപ്പം എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കിയെടുത്തപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ എനർജി ഗവേഷണ സ്ഥാപനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്പറൊന്നും എനിക്കൊന്നും അറിയില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഷെൽ ബാംഗ്ലൂരിൽ ഒരു 1000-ഓളം റിസർച്ചേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ആൻഡ് സയന്റിസ്റ്റുകളുണ്ട്. അവിടെ സീരിയസ് ആയിട്ടുള്ള ഒരു ഹൈഡ്രജൻ പ്രോഗ്രാമാണ്. ഞാൻ പറഞ്ഞില്ലേ 2 മെഗാവാട്ട് സോളാർ ഓക്സൈഡ് ആദ്യമായിട്ട് ഇന്ത്യയിൽ, നെതർലൻഡ്സിൽ ഇപ്പോൾ ഒരു സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ അത്തരം സാധ്യതകളുണ്ട്. അപ്പോൾ അത് കമ്പനികൾക്കും ഇതിനോട് വലിയ എതിർപ്പുണ്ടാവേണ്ട കാര്യമില്ല. അതായത് ക്യാപിറ്റലിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഓപ്പർച്യൂണിറ്റിയാണ്, വേറൊരു സെക്ടറിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്, മൂലധന നിക്ഷേപത്തിനുള്ള അവസരമാണ്. അതെ, അതിപ്പോൾ ലോകത്തിന് നല്ലതാണെങ്കിൽ അത് നല്ലത് തന്നെയാണ് കണക്കാക്കി അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ ഈ ചിക്കൻ ആൻഡ് എഗ് എന്ന് പറയണത് നേരത്തെ പറഞ്ഞത് ഈ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചിട്ടാണോ? ഇത് ആര് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അത് എവിടെ ഏതിലാണ് ഏത് ടെക്നോളജിയിൽ. അപ്പം ചിക്കൻ ആൻഡ് എഗ് എന്ന് പറഞ്ഞാൽ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആര് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വരണമല്ലോ. അവിടെയൊക്കെയാണ് ഇപ്പോഴും ഉള്ള ഇത്. അല്ലെങ്കിൽ മറ്റ് ആദ്യം നമ്മള് ഫോസിൽ ഫ്യൂവൽ എനർജി വന്നപ്പോഴത്തേക്ക് കിട്ടിയ ഒരു ടൈം ഉണ്ടല്ലോ, അത് ഒരു ഗ്രാജുവലി വരാനുള്ള ഒരു സാധ്യത സമയമൊന്നും ഇപ്പൊ ഇല്ല. ഈ സോളാർ എനർജി പോലും എനിക്ക് തോന്നുന്നു നമ്മള് ഒരു 25 വർഷം കൊണ്ട് കണ്ട ചേഞ്ച് 5 വർഷം കൊണ്ട് വരുമെന്നാണ് ഒരുപക്ഷെ ഹൈഡ്രജൻ നോക്കുന്നത്. 5 വർഷം കൊണ്ട് വരുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ 5-10 വർഷം കൊണ്ടൊക്കെ വരാം. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈവൻ ചില ബിഗ് കോർപ്പറേറ്റുകൾ അവരുടെ ഹൈഡ്രജൻ പ്രോഗ്രാമിൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത്. തുടക്കത്തിലെ എൻതൂസിയാസത്തിന്റെ സമയത്ത് ഈ ടെക്നോളജി ചാലഞ്ചസിനെ പറ്റി എല്ലാവരും കുറച്ചൊന്ന് മറന്നുപോയി. ഇപ്പൊ കുറച്ചുകൂടി ആൾക്കാർ അവെയറാണ്. അപ്പം അതൊന്നും മെല്ലെയാക്കിയാലും അത് ബോധപൂർവം ഇനിയിപ്പോ ഈ പറഞ്ഞ നോളജ് സൈഡോട് ബാലൻസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പോകുന്ന പ്രോഗ്രാമുകൾ വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ലോകത്തിന് ഭാവിയിൽ പുതിയ ഇന്ധനങ്ങൾ വേണം, ഗ്രീൻ ഫ്യൂവൽസ് തന്നെ ഒരുപക്ഷെ വേണം. അപ്പോൾ അത് ഹൈഡ്രജനോ അല്ലെ അമോണിയോ അല്ലെ മെത്തനോൾ ഒക്കെ ആയിട്ടല്ലാതെ വേറെ വഴികളൊന്നും കാണാനില്ല. അത് കുറച്ച് തിരുത്തലുകൾ ഉണ്ടാവാം, പക്ഷേ പ്രോഗ്രാമുകൾ കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കേരളത്തിൻ്റെ ഒരു ഇതിലേക്ക് വരണം. കേരളം പോലുള്ളൊരു സ്റ്റേറ്റ്, കേരളം പോലുള്ളൊരു സ്റ്റേറ്റിൻ്റെ ചില പരിമിതികളുണ്ട്. ഇൻ ദ സെൻസ് ദാറ്റ് പോളിസി ലെവല് നാഷണൽ ലെവലിലാണ് പോളിസികൾ എടുക്കുന്നത്. അപ്പോൾ ആ പോളിസികളുടെ ഒരു ഇതിലായിരിക്കും കേരളത്തിന് നിൽക്കേണ്ടത്. അല്ല, കേരളത്തിന് സ്വന്തമായിട്ടൊരു പോളിസി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു എൻവയോൺമെൻറ്റിൻ്റെ അകത്തുള്ള ചില അഡ്വാൻറ്റേജസും ഉണ്ട്, എന്നാൽ ഒരു പക്ഷേ കുറേ റെസ്ട്രെയിനിങ് ഫാക്ടേഴ്സും ഉണ്ടാകും. എങ്ങനെയായിരിക്കും ഇതിനെ ഒന്ന് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് സ്റ്റേറ്റിൻ്റെ സ്വന്തം നിലയിൽ ഒരു ഫോറിൻ കൊളാബറേഷനോ അല്ലെങ്കിൽ അതിനൊക്കെ ആയിട്ടുള്ള പല പരിമിതികളും ഉണ്ടാവാം. എങ്ങനെ നമ്മൾ ഇതിനെ ഒന്ന് ഈ ഒരു വലിയ ഫാസ്റ്റ് ചേഞ്ചിങ് എക്കോസിസ്റ്റത്തിനകത്ത് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പറ്റുക? അല്ല, അപ്പോൾ അത് സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ സ്റ്റേറ്റിന് ചീഫ് മിനിസ്റ്റേഴ്സ് പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് പ്രോഗ്രാം പോലുള്ള പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ എഫക്റ്റീവായിട്ട് കൊണ്ടുവന്നാൽ തന്നെ അതിൽ തന്നെ 1500 ഫെലോസിനുള്ള വകുപ്പുണ്ടെന്നാണ് ഞാൻ ഫണ്ടിങ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് കുറേയൊക്കെ പുറത്ത് പോയി പരിശീലിച്ചാൽ ഇത്തരം കാര്യങ്ങളൊക്കെ അല്ല പരിശീലിക്കുക, അല്ലെങ്കിൽ കുറച്ച് അവിടെയുള്ള ഗവേഷണത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക, അതോടൊപ്പം കാര്യങ്ങൾ മനസ്സിലാക്കുക, ചില കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള പാർട്ട്ണർഷിപ്പുകൾ ഡെവലപ്പ് ചെയ്യാം. അപ്പം അത്തരം സാധ്യതകൾക്കുള്ള വാതിലുകളൊന്നും ഇവിടെ അടഞ്ഞിട്ടൊന്നുമില്ല. അപ്പം അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണെങ്കിലും ഓപ്പൺ ആണ്, കേരള ഗവൺമെൻറ് ഓപ്പൺ ആണ്. പക്ഷേ ഇതിൻ്റെ ഈ പ്രാധാന്യം ഉണ്ടല്ലോ, ഈ വളരെ മാസീവായിട്ട് നോളജ് പ്ലാറ്റ്ഫോംസിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം അതിപ്പോഴും നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അത് ആ ചേഞ്ച് എല്ലായിടത്തും വരുന്നുണ്ട്, അത് പക്ഷേ കുറെ കൂടി ഫാസ്റ്റ് ആവണം, സ്പീഡ് കൂട്ടണം, അതാണ് വേണ്ടത്. അപ്പോൾ അതിൽ ഈ പ്രത്യേകിച്ച് ഞാൻ കേരളത്തിൻ്റെ ഒരു വലിയൊരു ഇതെന്ന് നോളജ് പൂളെന്ന് പറയുന്നത് നമ്മുടെ ഡയസ്പോറയാണ്. കേരളത്തിൻ്റെ പ്രവാസികൾ പൊതുവിൽ കുറച്ച് പേര് പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫ് പ്രവാസികൾ കുറച്ച് പേര് കേരളത്തിൽ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള നിലയിൽ വന്നിട്ടുണ്ട്. അവരുടെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ഈ ഒരു നോളജ് പൂളുണ്ടല്ലോ, അതായത് പുറത്ത് ഇപ്പം ഉള്ള മലയാളികളുടെ ഒരു നോളജ്, അത് സയൻറ്റിസ്റ്റ് ലൈക്ക് യു
അല്ലെങ്കിൽ വേറെ നിലയിൽ അക്കാഡമിക്കിലും അല്ലെങ്കിൽ വേറെ പ്രൊഫഷണൽസായിട്ട് മാനേജ്മെൻറ്റ് അങ്ങനെയുള്ളൊരു നിലയിൽ ഈ ഒരു പൂളിനെ അല്ലെങ്കിൽ ഈ ഒരു ടാലൻറ്റിനെ നമുക്ക് എങ്ങനെയാണ് ടാപ്പ് ചെയ്യാൻ പറ്റുക? അതത്ര എളുപ്പത്തിൽ ഉത്തരം പറയാൻ പറ്റുന്നൊരു ചോദ്യമല്ല. അപ്പോൾ അതിൽ ചെയ്യാവുന്നത് നമ്മളുടെ സിസ്റ്റത്തിൽ സയൻസിനും നോളജിനുള്ള ഇമ്പോർട്ടൻസ് പൊതുവെ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ള ഒരു വഴിയാണ്. ഇപ്പം നമുക്ക് ഒരു പക്ഷേ കേരള ഗവൺമെൻറ്റിൽ തന്നെ സയൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒഫീഷ്യൽസ്, അതിപ്പം ഒരു പക്ഷേ IAS പോലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഗൈഡിൽ നിന്ന് വരുന്നവരാണെങ്കിലോ അല്ല പ്രൊഫസേഴ്സൊക്കെ ചിലർ മാനേജ്മെൻറ്റിൽ ഗവേണൻസൊക്കെ താല്പര്യമുള്ളവർ വരും. ഇപ്പോൾ DST സെക്രട്ടറിമാരൊക്കെ പലപ്പോഴും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സാണ്, അല്ലെ സയൻറ്റിസ്റ്റുകളാണ്. അങ്ങനെയുള്ളവർ വന്നിട്ടാണെങ്കിലും അത്തരം ആൾക്കാരുടെയും തസ്തികകളുടെയൊക്കെ എണ്ണം കൂട്ടുക, അവരുടെയൊക്കെ കീഴിൽ വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടാവുക, സയൻറ്റിസ്റ്റുകളുടെ അഭിപ്രായം നയരൂപീകരണത്തിൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു സിസ്റ്റം ഉണ്ടാവുക, അതൊക്കെ പ്രധാനമാണ്. അത് ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. അത് കേരളത്തിലുമുണ്ട്, ഇന്ത്യയിലും വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സ്പീഡ് വളരെ കൂട്ടണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെയുള്ളത് ഗവേഷണം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് വേണം. അപ്പം എൻജിനീയറിംഗ് കോളേജുകൾ ഗവേഷണം വേണം. പിന്നെ ഗവേഷണം എന്ന് പറയുന്ന എല്ലാം, ഇപ്പം എൻജിനീയറിംഗ് ഗവേഷണം നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണ പറയുക, നമ്മളൊരു സൊസൈറ്റൽ പ്രോബ്ലം ഒരു ഫിസിക്കൽ പ്രോബ്ലം ആക്കി മാറ്റി അത് ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം ആക്കി ഒരു സൊല്യൂഷൻ കണ്ടത്, അതിനുശേഷം അതൊരു സൊസൈറ്റൽ സൊല്യൂഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അപ്പം അതൊരു ക്ലാസിക് റിസർച്ച് അപ്രോച്ചാണ്. പക്ഷെ അതിനൊക്കെ പുറമെ ഇപ്പം നമ്മളിപ്പോൾ ജർമ്മനിയിലൊക്കെ പോവുകയാണെങ്കിൽ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒരറ്റത്ത് യൂണിവേഴ്സിറ്റികളൊക്കെ ഏത് രീതിയിലുള്ള ടെക്നോളജിയുള്ള നോളജ് ലൈൻസിലോ വർക്ക് ചെയ്യാം. എന്നാൽ ഫ്രാൻഹോഫർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത് മാർക്കറ്റിലേക്ക് വരാൻ പോകുന്ന ടെക്നോളജികളിൽ അപ്പോൾ കുറച്ചുകൂടി പ്രായോഗികതയ്ക്ക് അപ്ലൈഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, അത്തരം ഗവേഷണ പദ്ധതികളൊക്കെ ഇവിടെ വരണം. അത് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ടെന്ന് എനിക്കിപ്പോഴും തോന്നില്ല. അപ്പോൾ അത്തരം പ്ലാറ്റ്ഫോമുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അവിടെ വരുമ്പോഴത്തേക്കാണ് എനിക്ക് താങ്കളുടെ തന്നെ ഇനിഷ്യേറ്റീവിൽ ഇപ്പം ഒരു സാധനം തുടങ്ങിയ വയനാട്ടിലെ മറ്റേ കോഫി ഇതുമായിട്ട് തുടങ്ങിയത്, അത് ഒരുപക്ഷെ ഇത്തരത്തിലേക്കുള്ള വളരെ റുഡിമെൻ്ററി ആയിട്ടുള്ളൊരു നിലയിലുള്ള ഒരു മോഡലായിട്ട് തന്നെയാണ് ഞങ്ങളത് പലപ്പോഴും ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൽ ഇൻഡസ്ട്രിയുടെ കാര്യത്താണ് കേരള കോഫി ലിമിറ്റഡ്, കേരള ഗവൺമെൻറ് തന്നെ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ കുറച്ചുകൂടി ഒരു അപ്ലൈഡ് നോളജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കോഫി പാർക്ക് അങ്ങനെയുള്ള സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. അവിടെ സ്റ്റാർട്ടപ്പ് സിസ്റ്റംസ്, മോഡൽ ഫാംസ്. അപ്പോൾ അതിൽ നമ്മൾ ഒരു നോളജ് പ്ലാറ്റ്ഫോം ഉണ്ടാവും, ഗവേഷകരുണ്ടാവും. ഇപ്പം ഗവേഷകർ എന്ന് പറയുന്ന ചില പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കും. അതിന് മാത്രം ബേസ് ചെയ്തിട്ടൊന്നും അല്ല അവരുടെ അറിവിൻ്റെ പ്രാധാന്യം. അവർ ധാരാളം ഇതുമായിട്ട് ബന്ധപ്പെട്ട പേപ്പറുകൾ കണ്ടിട്ടുണ്ടാവും, പുതിയ ഡെവലപ്മെൻറ്റ്സ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പം കർഷകർക്ക് വേണ്ടത് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, ഫെസിലിറ്റീസ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഈ ട്രെയിനിങ്ങിന് സാധാരണഗതി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് SOPs ഒക്കെ വെച്ചിട്ടാണ് ട്രെയിനിങ്. അത് കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി ഈ നോളജ് പ്ലാറ്റ്ഫോം പ്രയോജനപ്പെടുത്താൻ പറ്റും. SOPസിന്റെ അപ്ഗ്രഡേഷൻ അതും ഈ നോളജ് പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ SOPസിന്റെ അപ്ഗ്രഡേഷൻ, അതുപോലെ സ്റ്റാർട്ടപ്പുകൾ വരാൻ. അപ്പോൾ ഈ കോഫി പാർക്കിൽ നമ്മൾ NIT കാലിക്കറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവിടെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ നടക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു അക്കാഡമിക് വിങ് അവിടെ പാർക്ക് അതിൻ്റെ പ്ലാനിങ്ങിലുണ്ട്. അതോടൊപ്പം ധാരാളം കർഷകർ ട്രെയിനിങ് കൊടുക്കാനുള്ള SOPs ബേസ്ഡ് ട്രെയിനിങ്ങിനുള്ള ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരുമിച്ച് വരുന്നതും വരേണ്ടതും. അപ്പോൾ അത് അത്തരമൊരു അറ്റംപ്റ്റാണ് നമ്മൾ വയനാട്ടിൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും പല തലത്തിലുള്ള, അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റികളിൽ, ഇന്ത്യയിലെ IITകൾ, ഗ്രോണിംഗ് ആൻഡ് ഡെൽഫിലൊക്കെ താല്പര്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു സാധ്യതയും കൂടിയാണ്. ഈ അഗ്രോ ഫോറസ്ട്രി എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് എമിഷൻ അപ്രോച്ചാണ്. അത് കാർബൺ സെക്വസ്ട്രേഷനുള്ള ഒരു വഴിയാണ്. എമിഷൻ കുറയ്ക്കാന്നുള്ള മാത്രമല്ല, അപ്പോൾ അതിൻ്റെ ലോകത്തിലൊരു മാതൃകയാണ് കേരളം. പണ്ട് തൊട്ടേ നമ്മൾ ഏത് പറമ്പ് നോക്കിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്കൊരു അഗ്രോ ഫോറസ്റ്റ് എന്ന് പറയാൻ പറ്റും. അതിൽ തന്നെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് കാപ്പി. ഇപ്പോൾ കാപ്പിയിൽ കേരളത്തിലെ കാപ്പി അല്ലെങ്കിൽ ഇന്ത്യയിലെ മൊത്തമുള്ള കാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഡ് ഡൗൺ കോഫിക്കുള്ള പ്രാധാന്യം വളരെ കൂടുതലാണ്. അപ്പം കാപ്പിത്തോട്ടം മറ്റു മരങ്ങളുമുണ്ട്. അപ്പം അത്തരം ഒരു സിസ്റ്റം നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് ഈ ഷെയ്ഡ് മരങ്ങളിൽ തന്നെ ഫലവൃക്ഷങ്ങളാക്കി കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള വരുമാനം, പിന്നെ സോയിൽ മാനേജ്മെൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ
അതുകൊണ്ടുള്ള ക്ലൈമറ്റ് റെസിലിയൻസ്, അപ്പം ഭാവിയിൽ വരൾച്ച പോലെയൊക്കെ ഉള്ളത് ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ കാർബൺ സെക്വസ്ട്രേഷനോടൊപ്പം വരുമാനം കൂട്ടുന്ന ഒരു പ്രോഗ്രാമായിട്ട് കർഷകരുടെയൊക്കെ വരുമാനവും അതോടൊപ്പം ക്ലൈമറ്റ് റെസിലിയൻസ് സീരിയസ് ആയിട്ട് കൂട്ടുന്നതിൻ്റെ ഒരു മോഡലായിട്ട് കൊണ്ടുവരാനുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് ഇപ്പം പല യൂണിവേഴ്സിറ്റി, ഇപ്പം നമ്മൾ കേംബ്രിഡ്ജൊക്കെ വരെ നമ്മളുടെ വെബിനാറിലുണ്ടായിരുന്നു. അപ്പം അതിനുള്ളൊരു സാധ്യത അതാണ് വയനാട്ടിൽ നമ്മൾ ചെയ്യുന്നത്. അത് ഈ എല്ലാ തലത്തിലുള്ള നോളജ് ഡെവലപ്മെൻറ്റും തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതൊരു മോഡലായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, വരുന്നു കരുതുന്നു. ഇതിപ്പോൾ ഒരു ടൈം ബൗണ്ട് ലെവലിൽ ചെയ്യുന്നതാണോ അതോ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു ലോഞ്ചിവിറ്റി എങ്ങനെയാണ്? ഇപ്പോൾ പോകുന്നതിനേക്കാളും വേഗത ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. പക്ഷേ കോഫി പാർക്കിനുള്ള സ്ഥലം എടുത്തു കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഉദ്ഘാടനമൊക്കെ അടുത്ത കാലത്ത് ഉണ്ടായാലും നമ്മൾ അത്ഭുതപ്പെടേണ്ട. പക്ഷേ ഗവൺമെന്റ് കാര്യങ്ങളെ പറ്റി ഞാൻ കൂടുതലായിട്ട് പറയാൻ പാടില്ല. ഗവൺമെന്റ് പറയേണ്ടത് ഗവൺമെന്റാണ് പറയേണ്ടത്. പക്ഷെ പ്രതീക്ഷിക്കുക വഴിയുണ്ട്. ഞാൻ ഗവൺമെന്റിന്റെ ആ ഭാഗത്തുനിന്നല്ല, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു അക്കാഡമിക് കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്ന് എന്തെല്ലാം തരത്തിലുള്ള ഇൻപുട്ടുകളാണ് വരുന്നത്? ഒരു പെർമനന്റ് ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക? ട്രിപ്പിൾ ഹെലിക്സ് മോഡൽ. ഇപ്പൊ ട്രിപ്പിൾ ഹെലിക്സ് കേരളത്തിലൊക്കെ ആണെങ്കിൽ ഒരു ക്വാഡ്രപ്പിൾ ഹെലിക്സ്, അതായത് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് കൂടി ഇൻവോൾവ് ചെയ്ത 3 സ്റ്റാൻസ് മാത്രം, അതായത് ഗവൺമെന്റും ഇൻഡസ്ട്രിയും അക്കാഡമിയും മാത്രമല്ലാതെ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് കൂടി ഇൻവോൾവ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പം പൂനെ നോളജ് ക്ലസ്റ്ററിൻ്റെ അതിൻ്റെ ഒരു പുതിയൊരു വേർഷൻ. അപ്പം അതിനൊക്കെ പല രീതിയിലുള്ള സപ്പോർട്ടും ഗവൺമെൻറ് തലത്തിൽ കിട്ടാനുള്ള സാധ്യതകളുമുണ്ട്, അതിനുള്ള ശ്രമങ്ങളുമുണ്ട്. അപ്പം അതിലാണെങ്കിൽ അങ്ങനെ ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഭാഗത്ത് NITയോ അല്ലെങ്കിൽ IEMO അല്ലെങ്കിൽ IIT പാലക്കാടോ CWRDMO MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ, അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ കൂട്ടിയിണെ കൊണ്ടുവരാൻ പറ്റും. ഒരു ഭാഗത്ത് നമുക്ക് വലിയ എസ്റ്റേറ്റുകളെയൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഒരു സ്റ്റാൻഡ്, ബിസിനസ്സിൻ്റെ സ്റ്റാൻഡ് അവർക്ക് വരും ചെറിയ. പിന്നെ ഒരു ഭാഗത്ത് ചെറുകിട, വയനാട്ടിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വയനാട്ടിൽ ധാരാളം ചെറുകിട കാപ്പി കർഷകരുണ്ട്. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവർ ഭൂരിഭാഗം പേരും ക്ഷീര കർഷകരും കൂടിയാണ്. അതായത് അപ്പം ഡയറി സൊസൈറ്റീസ്, അപ്പോൾ അവരൊക്കെ ഇതിലേക്ക് വരുന്നുണ്ട്. ഡയറി സൊസൈറ്റീസ് വഴിയാണ് അത് വളരെ ഞാൻ ഗോപാൽ രത്ന അവാർഡ് പറയുന്നത്. അപ്പം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന, അപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ അവാർഡുകളൊക്കെ വയനാട്ടിലേക്കാണ് വരുന്നത്. ഗുജറാത്തിലെ അമുലൊന്നുള്ള ഗുജറാത്ത് അപ്പം സെൻട്രൽ ഗവൺമെന്റ് അവാർഡ്. അതെ അതെ അതെ. അപ്പം അത്തരം ഇപ്പം മീനങ്ങാടിയിലെ കാർബൺ ന്യൂട്രാലിറ്റി ഇനിഷ്യേറ്റീവ്സ് ഇതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു പക്ഷേ ഗ്രാമീണ റീജിയണൽ റൂറൽ കാർബൺ ന്യൂട്രാലിറ്റി ഇനിഷ്യേറ്റീവിനുള്ള അവാർഡ് മീനങ്ങാടി കിട്ടിയത്. അപ്പം ഇത്തരം സാധ്യതകളൊക്കെ വയനാട്ടിലുണ്ട്. അപ്പം ഈ പറഞ്ഞ ഒരു ക്ലസ്റ്റർ ഫോർമേഷനിലേക്ക് പോവുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളെയെല്ലാം, അതിപ്പോൾ ഇവിടുത്തെ മാത്രമല്ല, അപ്പം IIT ഡൽഹിയൊക്കെ നേരത്തെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, വയനാട്ടിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം TCS ഉണ്ടായിരുന്നു, ടാറ്റ കൺസൾട്ടൻസി സർവീസ്. ഇപ്പം നെതർലൻഡ്സിൽ നിന്ന് ഇത്തരം ഒരു സാധ്യത നമ്മൾ സജസ്റ്റ് ചെയ്തപ്പോൾ നെതർലൻഡ്സിലെ NL വർക്ക്സ് എന്ന് പറയുന്നൊരു ഡച്ച് ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് എക്കണോമിക് അഫയേഴ്സും ഫോറിൻ അഫയേഴ്സും അവിടുത്തെ എംപ്ലോയേഴ്സ് അസോസിയേഷൻ കൂടെ ചേർന്നിട്ടുള്ള തുടങ്ങിയൊരു ഓർഗനൈസേഷനാണ് NL വർക്ക്സ്. ഒരു വലിയ ഒരു ഗ്ലോബൽ ചാലഞ്ചസ് വിത്ത് ഡച്ച് കോൺട്രിബ്യൂട്ടഡ് സൊല്യൂഷൻസ് ഒക്കെ ആണെങ്കിൽ അത്ര ഏരിയകളാണ് അവർ വർക്ക് ചെയ്യുക. അപ്പോൾ അവർ നമ്മുടെ വയനാട്ടിൽ വന്നിരുന്നു. വയനാട്ടിലപ്പം നമ്മൾ കോഫി കപ്പിംഗ് ഓർഗനൈസ് ചെയ്തു. അപ്പോൾ അത് നെതർലൻഡ്സിൽ കൊണ്ടുപോയി കപ്പിംഗ് കഴിഞ്ഞപ്പോഴാണ് സ്കോർ 80ക്ക് മുകളിലാണ് കൊണ്ടുപോയി. അത് ഹൈ ക്വാളിറ്റി കോഫിക്കുള്ള ഒരു ഗ്രേഡിലേക്കാണ്. അപ്പോൾ അത്രയൊരു സാധ്യത ഇമ്മീഡിയറ്റ്ലി കണ്ടു. അപ്പോൾ അതിനുശേഷം കോഫി ബോർഡ് അടക്കം ഇൻവോൾവ് ചെയ്ത് മാസീവായിട്ട് ടെസ്റ്റിംഗ് ഇവിടെ നടത്തി. കുറച്ച് കർഷകരെയൊക്കെ സെലക്ട് ചെയ്തിട്ട് കോപ്പൻഹേഗനിൽ കോഫി കോൺഫറൻസിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ തന്നെ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കപ്പെട്ടു. അപ്പം ആ രീതിയിലാണ് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നത്. അപ്പോൾ ഒരു നോളജ് പ്ലാറ്റ്ഫോം ഈ പറഞ്ഞ മാതിരി നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും കോഫി പാർക്ക് വരികയും അതോടൊപ്പം ഇവിടെ കുറേ ധാരാളം ഗവേഷകരില്ലാതെ യൂണിവേഴ്സിറ്റികൾക്കൊന്നും ഒരു കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല. കാരണം അവരുടെ മാൻഡേറ്റ് എന്ന് പറയുന്നത് ഗവേഷകർ വഴി കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത്രയൊരു പ്രോഗ്രാം ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു മാതൃകയായിട്ട് പ്രോഗ്രാം ചെറിയ ഇനിഷ്യേറ്റീവിൽ തന്നെ ഒരു മൾട്ടിപ്ലയർ ഇമ്പാക്ട് ഉണ്ടാകാൻ പറ്റിയെന്നുള്ളതാണ് ഒരു സാധ്യതയാണ് കാണുന്നത്. കേരളത്തിൻ്റെ ഒരു നിലയിൽ ഒരു മൊബിലിറ്റി ഹബ് എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ സാധ്യതകൾ, 2 ഹൈഡ്രജൻ എന്ന് പറയുന്ന അതിൻ്റെ ഫ്യൂവൽ ഏത് നിലയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് എന്നുള്ള നിലയിൽ നമുക്ക് എന്തെങ്കിലും സാധ്യതകളുണ്ടോ? പിന്നെ ഇതുപോലെ ഈ പറയുന്ന വയനാട് കോഫി അഗ്രോ ഫോറസ്ട്രി, ഇതിൻ്റെ 3 ഒരു കൺക്ലൂഡിങ് ഇതായിട്ട് റിമാർക്സ് ആയിട്ട് സാർ എന്തായിരിക്കും പറയുക? ഇതെല്ലാം ഒരു പരിധിവരെയൊക്കെ കുറേയൊക്കെ കണക്റ്റഡുമാണ്, ഇതെല്ലാം ഓവർലാപ്പിംഗ് ഏരിയാസ്. പക്ഷേ
നോളജ് പ്ലാറ്റ്ഫോംസ് ഡെവലപ്പ് ചെയ്യുന്നതും അത് സൊസൈറ്റിയുടെ ബാക്കിയുള്ള സെക്ഷൻസുമായിട്ട്, അപ്പോൾ ഇൻഡസ്ട്രിയായിട്ടും ഗവൺമെൻറ്റുമായിട്ടും അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടാക്കുകയും അതിന് സ്ട്രക്ചർ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ചേഞ്ചസ് ഒക്കെ കേരളത്തിൽ വരാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞല്ലേ പ്രവാസികളുടെ കാര്യം, ഇപ്പോൾ ഹൈഡ്രജനിൽ വളരെ സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയാണ്. അവിടുത്തെ കണ്ടമാനം എഞ്ചിനീയേഴ്സ് ഒരു പക്ഷേ മലയാളികളായിരിക്കും. അപ്പോൾ കേരളത്തിന് വേണ്ട കുറേ എഞ്ചിനീയേഴ്സിന് ഒരു പക്ഷേ സൗദി തന്നെ ഇപ്പോൾ ട്രെയിൻ ചെയ്യുന്നുണ്ടാവാം. ഇത്തരം സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തി ഒരു പക്ഷേ ഇപ്പോൾ അവിടെയുള്ള കമ്പനികൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുന്നല്ല ഉണ്ട്. അപ്പം അത്തരം സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സ് ഉണ്ട്. നമുക്ക് വാട്ടർ അവൈലബിലിറ്റി വലിയ പ്രശ്നമല്ല, ഹൈഡ്രോ പവർ ഉണ്ട്. അപ്പോൾ അത് ഇലക്ട്രോലൈസിസിൻ്റെ ഓപ്പറേഷനൊക്കെ ഒരു പക്ഷേ തുടക്കത്തിൽ ധാരാളം ഹെൽപ്പ് ചെയ്തേക്കാം. അപ്പോൾ ഈ സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന് ഡെവലപ്മെൻറ്റിനുള്ള വലിയ വലിയ സാധ്യതകളുണ്ട്. അപ്പോൾ ഈ വയനാട് കോഫി എന്ന് പറഞ്ഞ കോഫി മാത്രമല്ലല്ലോ, ഇവിടെ ഇഷ്ടംപോലെ അതേപോലെ ഇപ്പം നമുക്ക് ഏലം ആണെങ്കിലും ഈവൻ റബ്ബർ ആണെങ്കിലും ഇവരൊക്കെ അഗ്രോഫോറസ്ട്രി ഒക്കെ പോലെയുള്ള ഇനിഷ്യേറ്റീവ്സിന് ഉള്ള സാധ്യത. പക്ഷേ ഇതിനൊക്കെ പുറമെ ഒരു ഫുഡ് ഇൻഡസ്ട്രിക്കൊക്കെ വളരാനുള്ള ഒരു വലിയ സാധ്യത ഒരു പക്ഷേ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നെതർലൻഡ്സ് പോലെ രാജ്യത്തിൽ വെച്ചാൽ ഫുഡ് ഇൻഡസ്ട്രിയിൽ പ്രോസസ് ഫുഡ് എക്സ്പോർട്ടിങ്ങിൽ ഒരു പക്ഷേ അമേരിക്ക കഴിഞ്ഞാൽ രണ്ടാമത്തെ രാജ്യം, ആകെ 2 കോടി താഴെ ആൾക്കാരുള്ള നെതർലൻഡ്സ് ആണ് പറയുകയാണെങ്കിൽ ഒരു വലിയ പാർട്ട്ണർഷിപ്പിനൊക്കെയുള്ള സാധ്യതകൾ പോലും ഉണ്ട്. കമ്പനികളൊക്കെ ഇപ്പോഴത്തെ കാലത്ത് വളരെ കണക്റ്റഡ് ആണല്ലോ അങ്ങോട്ട്. അത്തരം സാധ്യതകൾ അത് ഹൈഡ്രജനിലും ഉണ്ട്. പിന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ എത്രമാത്രം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, ഒട്ടും ഇല്ല എന്നും പറയാൻ പറ്റില്ല. പക്ഷേ അതിൽ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള സാധ്യതകളുണ്ടാവും. അപ്പോൾ ഇത്തരം സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ധാരാളം അവസരങ്ങൾ കേരളത്തിലുണ്ട്. അതിന് ടെക്നോളജിക്കലും എക്കണോമിക്കലും എല്ലാം ആയിട്ട് ഗ്ലോബൽ നിലയിലുള്ള വലിയൊരു ഇൻ്റഗ്രേഷൻ നടക്കുന്ന ഒരു പ്രോസസ്സ്. പക്ഷെ നമ്മുടെ പോളിസി ലെവലിൽ പലപ്പോഴും അത് ഇങ്ങനെ ഒരു ലഗാർഡായിട്ട് വലിയ മാറ്റങ്ങൾ വരുന്നുള്ളൂ. അത് കുറെ കൂടെ സ്പീഡ് കൂട്ടുക പറ്റുമെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ഇപ്പം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ ഒരു 6-7 വർഷങ്ങളായിട്ട് കുറച്ചെങ്കിലും ഒരു പ്രോ ആക്റ്റീവായിട്ടുള്ളൊരു സമീപനം ഉണ്ടായിട്ടില്ലേ? ഒരു എടുത്തുത്തരം പറയാൻ ഞാൻ അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോളിസിയിൽ വന്ന ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞ ചീഫ് മിനിസ്റ്റേഴ്സ് ഫെലോഷിപ്പ്. ഒരു നല്ല കാര്യമാണ്. സെൻറ്റർ ഓഫ് എക്സലൻസുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമുണ്ട്. ഇതൊക്കെ അങ്ങനെ നല്ല എലമെൻറ്റ്സ് ധാരാളം ഉണ്ട്. അതൊക്കെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആവുക, അതാണ് പ്രധാനം. അപ്പം വളരെ നന്ദി. വീണ്ടും നമുക്ക് കാണണം, ഇരിക്കണം.